നമ്മളിന്ന് റോളൻസെക്കിലുള്ളൊരു വൈൽഡ് പാർക്ക് കാണാനായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ പോരുന്ന വഴി ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, നമുക്കിവിടെ കാണാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായതുകൊണ്ട് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതിയെ നമ്മുടെ യാത്ര വീണ്ടും തുടർന്നു. അങ്ങനെ കാടും മലയും താണ്ടി നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ വൈൽഡ് പാർക്ക് ഉള്ളത്. കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചുറ്റും മരങ്ങളൊക്കെയാണ്. ഇവിടെ എൻട്രൻസ് ഫീസ് ഉണ്ട്. മുതിർന്നവർക്ക് 8 യൂറോ ആണ്. പിള്ളേർക്ക്, അതായത് 3 വയസ്സ് തുടങ്ങി 13 വയസ്സ് വരെ ഉള്ളവർക്ക് 4 യൂറോ. പിന്നെ 20 പേർക്ക് മേലൊക്കെ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ 10% ഓഫൊക്കെ ഉണ്ട്. അങ്ങനെ പ്രകൃതി രമണീയമായ വഴിയിലൂടെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിറച്ചും മരങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല തണലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ നടന്ന് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിന്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ഓൾറെഡി 2 പേര് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഞങ്ങൾ 4 പേര് കൂടിയിട്ടാണ് പോയത്. ഇത് 10 പേർക്ക് മേലെ 4 പേരല്ല 5 പേര്. ഓ, കൊച്ചുണ്ട്. ഓക്കെ, കൊച്ചിന് ടിക്കറ്റ് വേണ്ടല്ലോ. കൊച്ചിന് ടിക്കറ്റ് വേണമെന്നറിയാലോ, പോകുമ്പോ ആളും കൂടി പറയണം. എൻട്രൻസിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ളൊരു പ്ലേയിങ് ഏരിയ ആണ് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല വലിയൊരു പ്ലേയിങ് ഏരിയ ആണ്. ഒരുപാട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ അതിനകത്തുണ്ട്. നമ്മൾ പണ്ടൊക്കെ ഒഴുകാറുള്ള സാധനം അങ്ങനത്തെ. പിന്നെ ഇവർക്ക് ഇരിക്കാനായിട്ട് ഇവിടെ അത്യാവശ്യം ഒത്തിരി പേർക്ക് ഇരിക്കാനൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമൊക്കെ ഇവരോട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ മരം കൊണ്ടൊക്കെ ഇങ്ങനെ ഒരുപാട് ജീപ്പ് പോലെയുള്ള വണ്ടി, അങ്ങനത്തെ വണ്ടികൾ, അങ്ങനെ ജീപ്പിന്റെ ഒക്കെ ഓരോ രൂപത്തില് ട്രാക്ടറിന്റെ രൂപത്തിലൊരു സംഭവങ്ങളൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അവർക്ക് ഊഞ്ഞാലാടാനും അതുപോലെ തന്നെ അങ്ങനെ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും കുട്ടികളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവരെയും കൊണ്ടുവരാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണിത്. കാരണം അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യുന്നതെന്നുള്ളതിൽ വളരെ ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇത് മാത്രമല്ല, ഇവർക്ക് കളിക്കാൻ വേണ്ടി മാത്രമല്ല, ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോഴാണ് ഇതിൽ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് നമുക്ക് പറ്റുന്നത്. പക്ഷെ ഇതുപോലുള്ള പാർക്കുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ ജർമ്മനിയിൽ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതാണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ല ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത. ഈ വേലിക്ക് അപ്പുറം കാണുന്ന സ്ഥലത്താണ് നമ്മൾ കാണാൻ വന്ന സംഭവങ്ങളൊക്കെ ഉള്ളത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു ബോർഡ് കാണാൻ പറ്റും. അതിനകത്ത് ഒരു ആടിൻ്റെ തല, കണ്ണ്, മൂക്ക്, അങ്ങനെ സാധനങ്ങളൊക്കെ വരച്ച് അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാൽ അത് ഒരാടിൻ്റെ അല്ല, പല ടൈപ്പ് ആടുകളുടെ, അതായത് ഓരോ ആടുകൾ തമ്മിലുള്ള വ്യത്യാസം കാണിക്കാനായിട്ട് അതൊരു ടൈപ്പ് ആടാണ്. അതിൻ്റെ അപ്പുറത്ത് വേറെ, അങ്ങനെ ഓരോ പല ബോർഡുകളുണ്ട്. എന്താ സംഭവം, കാരണം ജർമ്മനിലാണ് എഴുതിയതുകൊണ്ട് നമുക്കത് കാര്യം എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത് അതൊക്കെ ഓരോ പാർട്സ് എഴുതി വെച്ചാണ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മൾ വന്ന സംഭവം അതൊന്നുമല്ല. അല്ല, ആ സംഭവം കാണാനല്ല വന്നത്. നമ്മൾ നേരിട്ട് നമ്മൾ ആടുകളെയും മാനുകളെയും ഒക്കെ കാണാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. വരുമ്പോൾ തന്നെ കാണാൻ പറ്റും ഒരുപാട് ആടുകളും മാനുകളൊക്കെ ഓടിക്കളിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ശ്രദ്ധിച്ചു, ഞാൻ ഒരു ബാക്കി കൂടെ വന്നിരിക്കുന്നു, കണ്ടില്ലേ? അത് ശരിയാണ്. കാരണം ഇവിടെ നമ്മുടെ സാധാരണ നാട്ടിലൊക്കെ ഉള്ള പാർക്കിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെത്തിനൊക്കെ ഒരു കൂട്ടിലാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് കാണാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. പക്ഷെ ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവരുടെ കൂടെ നമുക്ക് നടക്കാം. ഇവർ നമ്മുടെ പിന്നാലൊക്കെ നടക്കും. അതുപോലെ തന്നെ കയറി വരുന്ന എൻട്രൻസിൽ നിന്ന് തന്നെ നമുക്കൊരു €1 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കുള്ള ഫുഡ് കിട്ടും. ഈ ഫുഡും കാണിച്ചിട്ട് നമ്മൾ ഇവരുടെ അടുത്തല്ലാണെങ്കിൽ എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വരും. അപ്പം നമുക്ക് ഒരുപാട് പേര് അങ്ങനെ ഫുഡ് കൊടുത്തിട്ട് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാവും. കാരണം ഞങ്ങൾ വരുമ്പോൾ ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു. അവരൊക്കെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഓടിക്കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഇതിനൊന്നും തൊട്ടൊന്നുമില്ല. കാരണം കൊച്ചുള്ള കാരണം കൊണ്ട് നമുക്കിവിടെ വാഷ് ചെയ്യാനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൊട്ടില്ല. പക്ഷെ എനിക്ക് തൊടാനൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ ഇതിൻ്റെ കൂടെ തന്നെയായിരുന്നു.
ആ മാനിനെ തൊട്ടടുത്ത് വന്നൊരു വീഡിയോ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റണ്ടായിരുന്നില്ല. കാരണം അത് അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും പേടിച്ചോടായിരുന്നു. ആടുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരും, ഒരെണ്ണം അതിൻ്റെ പിന്നാലെ എല്ലാവരും ഓടി വരും. പക്ഷെ മാൻ അങ്ങനെയായിരുന്നില്ല, മാൻ അത്ര കോപ്പറേറ്റീവ് ആയിരുന്നില്ല. നമ്മൾ ചെല്ലുമ്പോഴേക്കും അതങ്ങനെ പെട്ടെന്ന് ഓടിപ്പോവും. ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന നേരത്തെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് നിൽക്കായിരുന്നു. അവൻ്റെ അടുത്തിരിക്കാൻ എനിക്ക് പേടിയായിരുന്നു, കാരണം അവൻ്റെ കൊമ്പിൻ്റെ നീളം കണ്ട ഒന്ന് തല വെട്ടിച്ചെന്നുണ്ടെങ്കിൽ പ്രശ്നമായിരുന്നു. അവൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതല്ലാണ്ട് ഉപദ്രവിക്കാൻ വന്നിരിക്കുന്നതല്ല. അവൻ നന്നായിട്ട് അവൻ മനസ്സിലായി ഫോട്ടോ എടുക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് അവൻ കറക്റ്റായിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ അത്യാവശ്യം കയറി വരുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് മാനും അതുപോലെ തന്നെ ആടുകളൊക്കെയാണ്. അവിടെ ഒരു കഴുതയുടെ തൊഴുത്തുണ്ടായിരുന്നു, പക്ഷെ അവിടെ കഴുതേനൊന്നും കണ്ടായിരുന്നില്ല. അതുപോലെ ഒരു മൊയൽ കൂടെ ഉണ്ടായിരുന്നു. എന്തായാലും മൊയലിന് നമ്മൾ തിരിച്ചു വരുമ്പോൾ വീഡിയോ എടുക്കാന്ന് വെച്ചാൽ എന്തായാലും ഇപ്പൊ വീഡിയോ എടുത്തിട്ട് കിട്ടണ്ടായിരുന്നില്ല, മറ്റുള്ള കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതാണ് ഇവിടുത്തെ മാപ്പ്. ഒരു റൗണ്ട് ആയിട്ടാണ്, അതായത് നമ്മങ്ങനെ ഒരു ഇതിനെ ഈ മാപ്പിലോട് ചുറ്റും മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലൈൻ ആണ് നമുക്ക് ഈ മാപ്പിൽ കാണാനായിട്ട് പറ്റുന്നത്. അവിടെ നമ്മൾ പോകുമ്പോൾ എന്തൊക്കെയാണ് അവിടെ ഉള്ളത്, ഏതൊക്കെ ജീവികളാണ് അവിടെ ഉള്ളത് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ആ ഒരു മാപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ഒരു റൗണ്ട് പോലെയാണ്, ഈ റൗണ്ടിൻ്റെ ഉള്ളിലായിട്ടാണ് ഇവരൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് നടുക്ക് ഒരു അത്യാവശ്യം നല്ലൊരു കാട് പോലെയും ചുറ്റും നമുക്കിങ്ങനെ നടന്നു വരാനുള്ളൊരു വഴി പോലെയും. ഇവിടെ ഒരു ഇത് വെച്ചാണ് പറഞ്ഞല്ല, മരങ്ങളിൽ നിന്നുള്ള കായകൾ നമ്മൾ പറക്കിയെടുക്കുകയാണെങ്കിൽ ഈ കാട്ടുപന്നികളുണ്ട്, അവറ്റങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അവിടെ എഴുതി വെച്ചാണത്. അതിനകത്ത് പറഞ്ഞു വന്ന പോലെ അവിടെ നടുക്കൊരു കാടാണ്, അതിൻ്റെ ചുറ്റാണ് ഈ നമുക്ക് നടക്കാനുള്ളൊരു വഴി ഒരുക്കിയിട്ടാണത്. ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ്. നമ്മൾ സ്റ്റാർട്ടിങ് കണ്ട റൈൻ നദിയുടെ കണ്ടിന്യൂഷനാണ് ഈ കാണുന്നത്. അത്യാവശ്യം ഇവിടെ നിന്ന് കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക, നല്ലൊരു ഭംഗിയൊക്കെ കാണാം, ഒരു ഇതിൻ്റെയൊക്കെ ഇത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി കുറച്ച് നേരം ഞങ്ങളുടെ ഫോട്ടോഷൂട്ടാണ്. റയാൻ നന്നായിട്ട് പോസ് ചെയ്യുന്നുണ്ട്. അവനെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൻ വരുമ്പോൾ നല്ല ഉറക്കത്തിലൊക്കെ ആയിരുന്നു, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആടുകളും കാര്യങ്ങളൊക്കെ അവൻ വളരെ നന്നായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അവറ്റങ്ങളൊക്കെ അങ്ങോട്ട് ഓടിപ്പോകുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ ഇതിനകത്ത് ചൂട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 36 ഒക്കെയാണ് ഇവിടെ ഇപ്പോഴത്തെ നിലവിലെ ചൂട്. പക്ഷെ എന്നാലും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശരിക്കും വീട്ടിൽ നിന്ന് പോരുമ്പോൾ വിചാരിച്ചത് നല്ല ശരിക്കും ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇത്രയും വെയിലത്ത് കൊച്ചിനെ കൊണ്ടുവരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് കരുതിയത്. പക്ഷെ ഇവിടുത്തെ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. ഇവിടെ ഈ ബോർഡിൽ എഴുതി വെച്ചത് വേറെ ഒന്നല്ല, ഓരോ മൃഗങ്ങളുടെ കാൽപ്പാടും അതേതൊക്കെയാണെന്ന് എങ്ങനെ തിരിച്ചറിയാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ എഴുതി വെച്ചത്. ആവശ്യമുള്ളവർക്ക് അവിടെ പോസ്റ്റ് ചെയ്ത് അത് കാണാവുന്നതാണ്. ഇത് ഇവരുടെ വെബ്സൈറ്റിൽ കണ്ട ഒരു ഗോപുരമാണ് ഇവിടെ കാണുന്നത്. ഇത് എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാണെന്ന് അതിനെ കുറിച്ചൊന്നും ഞങ്ങൾ കാര്യമായിട്ട് തപ്പാനൊന്നുമില്ല. ഗോപുരത്തിൻ്റെ അവിടെയും കുറച്ച് ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് പറ്റും. മാനുകൾ തന്നെയാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കയറി വരുന്ന സ്ഥലത്തുള്ളതിനേക്കാളും കൂടുതൽ മാനുകൾ ഇവിടെ ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇഷ്ടംപോലെ മാനുകളുണ്ട് ഇവിടെ. ഭംഗിയുള്ളതും ഉണ്ട്, എന്നാൽ കുറച്ച് ഭംഗി കുറഞ്ഞതും ഉണ്ട്. എനിക്ക് അതിനകത്തുള്ള ആ പുള്ളിമാനെയാണ് ഭയങ്കര ഇഷ്ടമായ. ഈ മാൻ ഇത് നല്ല രസമുണ്ട്. ഈ മാനിൽ ഒരെണ്ണത്തിന് അല്ല 2 എണ്ണത്തിന് കൊമ്പുണ്ട്, ഒരെണ്ണത്തിന് കൊമ്പില്ല. ഇത് ഞങ്ങൾ അവിടെ ഒരു വെള്ളം എന്തോ ഒരു ജീവി കണ്ടിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് 2 കഴുതകളാണ്, ഒരു വൈറ്റും ഒരു ഗ്രേയും. അപ്പൊ ഇവരെയാണ് ഇവരുടെ കൂടാണ് അവിടെ കണ്ടത്. തൊഴുത്ത് കഴുതയുടെ തൊഴുത്താണ് നമ്മളവിടെ കണ്ടത്. പക്ഷെ നമ്മളവിടെ നോക്കിയപ്പോൾ കഴുത ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു മുന്നുണ്ടായിരുന്ന ചിലപ്പോൾ ഉണ്ടാവുകയില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അവറ്റങ്ങൾക്ക് അവിടെ നിന്ന് തുടങ്ങി നടക്കാനായിട്ടുള്ള ഒരു ഇതാണ് കിട്ടായിരുന്നു തോന്നുന്നു. പക്ഷെ ഇവർക്ക് കഴുതയ്ക്ക് വെയിൽ കെട്ടിയിട്ടുണ്ട്. അവർക്ക് അതിറ്റങ്ങൾക്ക് നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് കിടക്കാനായിട്ട് പറ്റില്ല. അവർക്ക് കുറച്ച് ഏരിയ കൊടുത്തിട്ടുണ്ട്, അത് വെയിൽ കെട്ടി അവരിങ്ങനെ വെച്ചേക്കണം. അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെയുള്ള സ്ഥലങ്ങളിലാണ്. അതെന്താ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ കഴുതേനെ എന്തായാലും അവര് ഇതാക്കിയിട്ടില്ല. ഈ ഗോപുരത്തിന്റെ ഫ്രണ്ടിലായിട്ട് കാവലാളായിട്ട് അവിടെ വേറൊരു മാന അവിടെ നിൽക്കുന്നുണ്ട്.
ഇത് കണ്ട ഒരു കൂട്ടം മാനുകളെ, ഇതിലും ഉണ്ട് കൊമ്പുള്ള മാൻ. പക്ഷെ നമ്മൾ കയറി വരുന്നവിടുന്ന് കണ്ടപ്പോൾ കൊമ്പുള്ള മാനൊന്നും കണ്ടില്ല. ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. കൊമ്പുള്ള മാനായിരിക്കും ആൺമാനും, കൊമ്പില്ലാത്തതായിരിക്കാം പെൺമാനും. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയായിരിക്കണം. എനിക്കറിഞ്ഞൂടാ. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ കൊമ്പൊക്കെ കാണാൻ നല്ല രസമുണ്ട്. കുത്തോന്നൊന്നും അറിഞ്ഞൂടാ. കുത്തയില്ലല്ലോ, മാന അങ്ങനെ കുത്തൊന്നുമില്ലല്ലോ. അറിയില്ല, എന്തായാലും ഇങ്ങനെ ഇതിപ്പോ ആൾക്കാരായിട്ട് ഇണങ്ങിയാണ് മാനായിരിക്കുമല്ലോ. പക്ഷെ നമ്മള് അങ്ങനെ അടുത്തൊന്നും അങ്ങനെ, അതായത് ഒരുപാടല്ല, നമുക്കങ്ങനെ ഒത്തിരി അടുത്തേക്കൊന്നും ചെല്ലാൻ പറ്റില്ല. ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആടുകളുടെ കൂടെ ഇഷ്ടം പോലെ പറ്റുന്നുണ്ട്. പക്ഷെ മാനുകളുടെ കൂടെ അത്ര എന്താ പറയാ, ഇതിവിടെ എഴുതി വെച്ചത് അവിടെ മാനുകൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമാണ് ആ പുൽമേട്. അപ്പൊ അവിടേക്ക് അങ്ങനെ അധികാർക്കും പ്രവേശനമില്ല എന്നാണ് എഴുതിയത്. ഇത് മുകളിലേക്ക് കയറി ചേർന്ന വാതിലിൻ്റെ അവിടെ എഴുതി വെച്ചേക്കണം സ്വന്തം റിസ്കിലാണ് അതിൻ്റെ അകത്ത് മുകളിലേക്ക് കയറാനായിട്ട്. അതുപോലെ 4 പേര് ഒരു സമയത്ത് കയറാനേ പാടുള്ളൂ എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ ഓൾറെഡി 4 പേരുണ്ടായ കാരണം കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകാന്ന് വെച്ചു. അപ്പോഴാണ് അവിടെ ദൂരെ ഒരു ലാമേനെ കണ്ടത്, ഒരു കറുത്ത ലാമ. അതിനെ കാണാനാണെങ്കിൽ നല്ലൊരു പ്രത്യേക ഭംഗിയായിരുന്നു. അതിന്റെ നടത്തുന്ന കണ്ടാൽ തന്നെ കുണുങ്ങി കുണുങ്ങി നടക്കണ പോലെ തന്നെ. തൊപ്പിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? തൊപ്പിയൊക്കെ ഉണ്ട് അതിന്, തലയിൽ തൊപ്പിയൊക്കെ ഉള്ള ഒരു സംഭവം. ഞാനിത് ആദ്യമായിട്ടാ കാണുന്നത്, കേൾക്കുന്നതും ലാമ. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ കേൾക്കണതും കാണുന്നതൊക്കെ ആദ്യമായിട്ടാണ്. ഈ ജർമ്മനി വന്നപ്പോ തന്നെയാണ് ലാമ എന്ന് പറഞ്ഞൊരു ഇത് കേട്ടത്. അത് ശരിക്കും ഏതോ ആഫ്രിക്ക എന്നാണ്ടുള്ള മൃഗാണെന്ന് കേട്ടത്. ഒരെണ്ണത്തിന് എന്തായാലും കാണുള്ളൂ, ഇനി ഒരു ലാമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ ഈ കുട്ടികളാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ വരുമ്പോ അവിടെ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഇതിറ്റങ്ങള്. ഞങ്ങൾ എന്തായാലും ഇത്തിരി അകലേന്ന് വീഡിയോ എടുത്താണ്, കാരണം അടുത്തുനിന്ന് എടുക്കുന്നത് ഇവർക്ക് ഇഷ്ടാവില്ലല്ലോ. എന്തായാലും അപ്പൊ അവിടെ നിന്ന് ആൾക്കാർ ഇറങ്ങണ കണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വേഗം വേറെ ആരും വെയിറ്റ് ചെയ്തേക്കാണ്ട് വേഗം ഞങ്ങൾ 4 പേരും കൂടി ഓടിക്കയറാൻ. 5 പേരുണ്ട്. 5ാമത്തെ നമ്മുടെ റയാനാണ്, അതുകൊണ്ട് അവനെ കണക്കി കൂട്ടില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും എല്ലാവരും കൂടി മുകളിലേക്ക് കയറാന്ന് വെച്ചു. അത് ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞു. 2 നിലയായിട്ടാണ് ഇതുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ അത്ര വ്യൂ എന്ന് പറയില്ല, പക്ഷെ ഇതിന്റെ ടോപ്പിലാണ് അതിന്റെ ഭംഗി ശരിക്കും ഇരിക്കുന്നത്. കാണാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ശരിക്കും അതിന്റെ മൊത്തത്തിലുള്ള ഒരു കാണാനുള്ള വ്യൂ ഇത് തന്നെയാണ്. നേരത്തെ കണ്ട റൈൻ നദി തന്നെയാണ് നമുക്ക് കാണാനുള്ള ഒരു ഇത് ഉള്ളത്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡ് നമ്മുടെ ഈ പറഞ്ഞ പാർക്ക് തന്നെയാണ്, മരങ്ങളും ഇതൊക്കെ ആയിട്ടും. എന്തായാലും അതിന്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ അതൊരു വേറൊരു ലുക്ക് തന്നെയാണ്, ഒരു ഇതാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പാർക്ക് വലിയ സംഭവമായിട്ട് തോന്നില്ല, കാരണം കുറേ മരങ്ങളൊക്കെ കാണും. പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോഴാണ് അവിടെ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് കാണുന്നത്. വലിയൊരു സൂന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത്യാവശ്യം എന്താ പറയുക, നമുക്കൊരു ദിവസമൊക്കെ അത്യാവശ്യം ഒന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു നല്ലൊരു സ്ഥലമായിട്ടാണ് തോന്നുന്നത്. ഭയങ്കര സൈലൻ്റാണ് ഇവിടെ, നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ഏരിയ. ഏറ്റവും കൂടുതൽ ഇവിടുത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് തന്നെയാണ്. ചൂടുണ്ടെങ്കിലും അതൊന്നും നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല. മരങ്ങളുടെ ഒക്കെ പ്രാധാന്യം മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴാണ് സത്യം. കാരണം വീട്ടില് ചുട്ടുപൊള്ളിയിരിക്കുന്ന സമയത്താണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ കുറച്ച് സ്ഥലങ്ങളിൽ വെയിലുണ്ടാവും. എന്നാൽ മരമുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നല്ല തണവായിരിക്കും, നല്ല കൂളിംഗ് ആയിരിക്കും, എന്തായാലും നല്ല രസമുണ്ടായിരുന്നു ഇവിടെ. ഈ വ്യൂ ആണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഈ വ്യൂ തന്നെയാണ്. ഈ ഗോപുരത്തിന് മുകളിൽ നിന്നിട്ടുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് അടിപൊളിയാണ്. റൈൻ നദിയും എത്രത്തോളം നിങ്ങൾക്കത് കാണാൻ പറ്റുണ്ടെന്ന് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അത്ര ഭംഗി വരുന്ന തോന്നല്ല. റയാൻ എന്തായാലും മുകളിൽ വന്നപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടാവാൻ ചിരിക്കണമൊക്കെ ഉണ്ട്. കുറെ ഭാവങ്ങളൊക്കെ അവൻ്റെ മുഖത്ത് മിന്നി മറയുന്നുണ്ട്. എന്തായാലും ഇത്രയും ഹൈറ്റില് അവനും ആദ്യമായിട്ടാണ്, അപ്പോൾ അവൻ ചിലപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ടാവായിരിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭംഗി കാണണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റയാൻ്റെ അല്ല നദിയുടെ, റൈൻ്റെ ഭംഗി കാണണമെങ്കിൽ ഒന്നും കൂടി എനിക്ക് തോന്നുന്നു സൂം ചെയ്താലാണ് കുറച്ചും കൂടി അതിൻ്റെ ഒരു ഭംഗി ശരിക്കും കാണാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ കാണുന്നതും വീഡിയോയിൽ കിട്ടുന്നതും വ്യത്യാസം. അതാണ് അത്ര ചിരി തോന്നണം. ഇവന്റെ പേര് റയാനെന്നും ആ നദിയുടെ പേര് റൈൻ എന്നാണ്. അതിനെ മാറിപ്പോണ്. റൈൻ നദിയിൽ ഒരുപാട് കപ്പലുകളും ബോട്ടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റൊരു ബോട്ട് പോകുന്നത്. അതുപോലെ തന്നെ അവിടെ നിന്ന് 2 കപ്പലുകളും വന്നുണ്ട്. ഇവിടെ ചരക്ക് ഗതാഗതത്തിന് കൂടുതലും ഉപയോഗിക്കുന്നത് കപ്പലുകളാണ്. അതും പുഴയെക്കൂടെയാണ് കപ്പൽ പോകുന്നത്. നാട്ടിൽ ഞാൻ അങ്ങനെ പുഴയെക്കൂടെ കപ്പൽ പോണ കാര്യം കേട്ടിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് ഇതൊക്കെ കണ്ടത്, പുഴയെക്കൂടെ കപ്പലുകൾ പോകണം. അതും കുറെ കണ്ടെയ്നറുകളും ചിലപ്പോൾ കൽക്കരി അങ്ങനെയൊക്കെ കുറെ അങ്ങനെ പലതരം ഇതുകളായിട്ട് പോണ കാണാറുണ്ട് ഇതിൽ കൂടെ.
ഇവിടുത്തെ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മലകളുടെ മുകളിലായിട്ടുള്ള കാസിലുകളാണ്. ഇത് കാസിലല്ല കേട്ടോ, ഇത് വീടുകളാണ്. അല്ല, കാസില് അപ്പുറത്താണ് നേരത്തെ കണ്ടതാണ്. അതും ഭംഗിയുണ്ട്, ഇതും ഭംഗിയുണ്ട്, എല്ലാം ഭംഗിയുണ്ട്. എല്ലാം ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ ഭംഗിയുണ്ട്. അതിന്റെ ഭംഗി മൊത്തത്തിൽ കാണിക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. പക്ഷെ നമുക്ക് നേരിട്ട് കാണാനായിട്ട് നല്ല രസമാണ്. എന്തായാലും ഞങ്ങൾ അവിടെ കുറച്ചധികം നേരം നിൽക്കാന്ന് വെച്ചാൽ അപ്പോഴേക്കും ആ പിള്ളേര് കുറെ കയറി വന്നു തുടങ്ങി. സാധാരണ ഇതിൽ അങ്ങനെ കയറി, പിന്നെ ഞങ്ങൾ കൂടുതൽ നേരം നിന്നുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ കയറി വന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇറങ്ങാന്ന് വെച്ചു. കാരണം 4 പേർക്കാണ് അവിടെ നിൽക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് ഓൾറെഡി വളരെ പഴക്കമേറിയൊരു ഇത് കണ്ടറിയാം, ഭയങ്കര പഴക്കം വന്നൊരു ഗോപുരാണ്. അതുപോലെ ഒരു ഇടുങ്ങിയ ഒരു വഴിയാണ് മുകളിലേക്ക് കയറാനായിട്ട്. അതുപോലെ തന്നെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ എവിടെയെങ്കിലും കയറാൻ പിന്നെയും കുഴപ്പമില്ല, ഇറങ്ങുമ്പോഴാണ് അതിനൊരു ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇറങ്ങാണ്, ഭയങ്കര സൂക്ഷിച്ചിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ നമ്മള് ഗോപുരത്തിൽ നിന്ന് പതിയെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചെറിയൊരു ഇരുട്ടൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഫോണുള്ളതിനും കൊണ്ട് കുഴപ്പമില്ല, അതിൻ്റെ ലൈറ്റിൽ നമുക്ക് നോക്കി ഇറങ്ങാൻ പറ്റും. എന്തായാലും ഗോപുരം ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ തന്നെ ഇവിടെ കുറച്ച് മാനുകൾ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടായിരുന്നു. അത് വേറെ ഒന്നായിരിക്കില്ല, 4 പേരെ കയറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതൽ ആൾക്കാർ വന്നപ്പോൾ ഇതെന്താ കഥാന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നു. അതോ ഇനിയിപ്പോ പിള്ളേരുടെ കൂടെ മാനുകളൊന്നും നമ്മളെ കണ്ടപ്പോഴാണ് പേടിച്ച് തിരിച്ചു പോയെന്നും അറിയില്ല കേട്ടോ. അതും ഒരു ഫാക്റ്റാണ്. എന്തായാലും അവര് അവിടെ ഒരു സൈഡിൽ മാറി നിന്ന് നമ്മ അങ്ങോട്ട് വരില്ല എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് നമ്മളെന്തായാലും മൈൻഡ് ചെയ്യാത്തോണം അവിടെ നിന്ന് നിൽക്കണ്ടായിരുന്നു. ഒരുപാട് പേര് മാനിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ നടക്കുന്നുണ്ടായിരുന്നില്ല. ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും മാനുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര എന്താ പറയുക അടുത്തേക്കൊന്നും വരുന്നുണ്ടായിരുന്നില്ല. ഇവര് ഇങ്ങനെ ചിലപ്പോ ഞങ്ങൾ എത്തിയപ്പോ നേരം വൈകിട്ടുണ്ടായിരിക്കും, ചിലപ്പോ ബാക്കിയുള്ളവരൊക്കെ വന്ന് ഫുഡ് കൊടുത്തിട്ട് വയറൊക്കെ നിറഞ്ഞിട്ടായിരിക്കും. പക്ഷെ ആടുകളുടെ വയറ് ഇതുവരെ നിറഞ്ഞിട്ടില്ല. ഞങ്ങളൊരു ഉച്ച സമയപ്പോഴാണ് ഇവിടെ എത്തിയത്. 11-12 മണിക്ക് ഏകദേശം ആയിട്ടുണ്ട്. ആ ഒരു ടൈമിലാണ്. പക്ഷെ എന്നാലും നല്ല ചൂടും എൻ്റെ സമയമാണ്. പക്ഷെ ആ ഒരു ഇത് നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നുന്നില്ല. കയറി വരുമ്പോൾ നന്നായിട്ട് തോന്നിയിരുന്നു, പക്ഷെ കാടിൻ്റെ ഉള്ളിലേക്ക് എത്തിയപ്പോൾ തുടങ്ങി മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ഇത് അത്ര ബുദ്ധിമുട്ടാകും. ചില സ്ഥലങ്ങളിലൊക്കെ വെയിലുണ്ട്, എന്നാലും ചില സ്ഥലങ്ങളിൽ നല്ല തണലുമാണ്. അങ്ങനെ നമ്മൾ വീണ്ടും റയാൻ ക്യാമറയ്ക്ക് പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന് ചെറുതായിട്ട് വെയിലടിക്കുന്നുണ്ട് തോന്നുന്നു. പക്ഷെ ആ മോളിൽ നിന്ന് ഇറങ്ങിയതിന്റെ ഒരു വിഷമം അവന്റെ മുഖത്ത് കാണാം. അവൻ ആ മോളിൽ നിന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇവിടെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇച്ചിരി എന്താ പറയാ മൂഡ് ഓഫ് ആയി ആള്. ഇത് ഇവിടെ സൈഡിൽ ഇത്തിരി ഒരു കൊക്ക പോലെയാണ്, വലിയ ഇത് കൊക്കയല്ല, എന്നാലും നല്ല താഴ്ന്നൊരു ഏരിയ ആണ്. ഇതിന്റെ സ്ട്രക്ചർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഒരു ഇതുപോലെ തോന്നും. കാരണം ഇതിന്റെ താഴേക്കൊക്കെ ഭയങ്കര ഒരു എന്താ പറയാ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുന്ന പോലും വരില്ല. അത്രയ്ക്കും താഴ്ചയൊന്നുമില്ല, അറിയില്ല കേട്ടോ. ഇനിയിപ്പോ അവിടെ പോയാലും അറിയുള്ളൂ, നോക്കാൻ പറ്റുമോ, പോയി നോക്കാൻ പറ്റും എന്തോരം തയ്ച്ചിടുന്ന് അറിയാനായിട്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലങ്ങളിലും, അതായത് നമുക്ക് കുറച്ച് നടന്നു കഴിയുമ്പോൾ ഓരോ സ്ഥലങ്ങളിലായിട്ട് ചെറിയ ഷെഡുകളുണ്ട്. നമുക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഉള്ളൊരു സ്ഥലമാണിത്. എന്തായാലും ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാമെന്ന് കരുതി. കുറച്ച് നടന്ന് ഞങ്ങൾ ക്ഷീണിതരായപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് റയാൻ ടാറ്റൊക്കെ കൊടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ വീഡിയോയ്ക്ക് അങ്ങനെ അത്രയ്ക്കും അവനാ ടവലുമേക്കായിരുന്നു അവന്റെ നോട്ടം മൊത്തം. ടവല് പൊക്കി കാണിച്ച് അവനെ ക്യാമറയിലേക്ക് അവന്റെ നോക്കാൻ നോക്കിയിട്ട് പക്ഷെ നടക്കുന്നുണ്ടായിരുന്നില്ല. അതായത് നമ്മോട് വന്നിരുന്നപ്പോഴേക്കും ആ പിള്ളേരൊക്കെ നടന്ന് പിടിക്ക് വന്ന് പിള്ളേരും അവരുടെ കൂടെ നോക്കാനായിട്ട് 2 പേരാണ്ട് ഉണ്ടായിരുന്നു, 2-3 പേരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ പോണ്ടായ ലാമിയും അവരുടെ പിന്നാലെ ഉണ്ടായി. അവരെന്താ ഫുഡൊക്കെ കൊടുക്കണ്ടായിരുന്നു, അതുകൊണ്ടാന്ന് തോന്നുന്നു. ലാമിയും അത്യാവശ്യം ഫുഡ് നമ്മുടെ വാങ്ങുന്നുണ്ട് കേട്ടോ. മാൻ മാത്രമാണ് അതിലൊരു
ഇതായിട്ട് നിൽക്കുന്നത്. ലാമ നമ്മുടെ വാങ്ങാനായിട്ട് നമ്മ സത്യം പറഞ്ഞാൽ അത് വാങ്ങിക്കാൻ മറന്നു. ഇങ്ങോട്ട് കിടന്നേ പിന്നെയാണ് അതിനെ കുറിച്ച് ഓർത്തത് തന്നെ. പിന്നെ പോയി വാങ്ങാന്നുള്ളത് നമ്മൾ നോക്കിയില്ല. പിന്നെ ആടുകളൊക്കെ ആണെങ്കിൽ കൂടുതൽ വന്നുണ്ട്. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലാമകളും വന്നുണ്ട്, മാൻ മാത്രമാണ് വരാത്തത്. അത് മാൻ പിന്നെ ആര് നോക്കി കൊടുത്താലും വന്നില്ല. അപ്പം പിന്നെ ഞങ്ങൾ വെച്ച് വേണ്ട കണ്ട എറിഞ്ഞു കൊടുക്കണൊക്കെ ഉണ്ട് അവര് ലാമയ്ക്ക് ഫുഡ്. അതിന് കിട്ടണ്ട ഇതെന്താ വല്ല ഇതങ്ങനെ ചാടി പിടിക്കാനായിട്ട് അതറിഞ്ഞൂടാ. ചിലവർക്ക് കൈ ഇങ്ങനെ കയ്യിൽ വെച്ച് കൊടുക്കുന്നത് താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് എറിഞ്ഞു കൊടുക്കും. മീൻസ് അത് നിലത്തുനിന്ന് എടുക്കണ കണ്ടില്ലല്ലോ, അത് ചാടി എങ്ങനെയാണോ ചാടി പിടിച്ചായിരുന്നോ അറിയില്ല. ഇതാണ് ഇവിടെ അതേ കാട്ടുപന്നികളുടെ ഒരു ഇത്. ഇവറ്റങ്ങളും ഒരു ഇത് വേലിക്കെട്ടിനകത്താണ് കേട്ടോ. മറ്റേ കാട്ടുപന്നി കഴുതിയൊക്കെ ശരിക്കും വേലിക്കെട്ടിന്റെ ഉള്ളിലാണ്. ഇവിടെ നമുക്ക് കയറി നിൽക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്, പന്നികളൊക്കെ കറക്റ്റായിട്ട് കാണാനായിട്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു ഏറുമാടാണ്, ചെറിയൊരു ഏറുമാടാണ്. ഇവിടെ ഹണ്ടിങ്ങിനൊക്കെ അനുവാദമുള്ളതാണ്. ഈ ഭാഗത്തല്ല, ഹണ്ടിങ്ങിന് അനുവാദമുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ ആ ഭാഗത്തൊക്കെ ഇതുപോലെ വലിയ ഏറുമാടങ്ങളിൽ കയറി നിന്നിട്ടാണ് ഹണ്ട് ചെയ്യണമെന്നൊക്കെയാണ് കേട്ടത്. ഇത് ഹണ്ട് ചെയ്യാനല്ല, ഇത് നമുക്ക് ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവര് പിള്ളേരൊക്കെ ഒന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയൊരു കൊച്ചു ഏറുമാടാണ്. ഞങ്ങളും എന്തായാലും കയറി ഫോട്ടോ ഒക്കെ എടുക്കാന്ന് വെച്ചു. അങ്ങനെ ഞാനും റയാനും കൂടി അതിന്റെ മുകളിലേക്ക് കയറി. ഇവര് മാത്രം നിന്നാൽ ശരിയാവില്ലെന്ന് വെച്ചിട്ട് ഞാനും അതിന്റെ കൂട്ടം കയറി നിന്നിട്ട് വീഡിയോ എടുക്കാൻ കയറി. അങ്ങനെ കുറച്ചു നേരം ഞങ്ങളുടെ പട്ടി ഷോയാണ് കാണാൻ പോകുന്നത്. അത്രയ്ക്ക് വേണോ? അകലെ കാണുന്ന ആ കാസിലൊക്കെ കാണാനായിട്ട് രസമുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ജർമ്മനിയുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരുടെ ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവം എന്നത് കാസിലുകളാണ്. ഒരുപാട് കാസിലുകളുണ്ട്. അതൊക്കെ മലയുടെ മുകളിലായിട്ടായിരിക്കും ഇവർ വെച്ചിട്ടുണ്ടാവുക. നമ്മൾ ഒരുപാട് നടന്ന്, ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണ് ഈ ജർമ്മൻകാർ. അങ്ങനെ അത്രയും നമ്മളൊക്കെ കുറച്ച് എന്തെങ്കിലും വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ കയറി പോരാന്ന് ചോദിക്കും. പക്ഷെ ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവർ. അങ്ങനെ എന്തായാലും നമ്മ ആ വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ചിങ്ങോട്ട് വന്നപ്പോ ഈ ലാമോട് വെറുതെ ഇങ്ങനെ നിക്കണുണ്ട്. അന്ന് അതിന്റെ കൂടെ നിന്നിട്ട് വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട് ഇവരോട് പറഞ്ഞിട്ട് എന്തേതാ അവള് പേടിച്ച് നിക്കായിരുന്നു. ലാമ എങ്ങനെ കുത്തി കഴിഞ്ഞാൽ ഞാൻ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, കുത്താനായിട്ട് കൊമ്പൊന്നുമില്ലല്ലോ. കൊമ്പ് വേണ്ടത് അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ച് നമ്മൾ പേടിക്കുമല്ലോ. കൊച്ചും കൂടി ഉള്ളതാ. ഞാൻ തന്നെയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. കൊച്ചിനെയും കൂടി എടുത്തോണ്ടിരിക്കുന്ന നേരത്തെ എന്നാലും ഞാൻ ധൈര്യമൊക്കെ സംഭരിച്ച് ഞങ്ങൾ പതിയെ ലാമയുടെ അടുത്തേക്ക് ചെന്ന് നോക്കി. കുറച്ചു നേരമൊക്കെ ഞാൻ എന്താ പറയുന്നത് നോക്കണ്ടായിരുന്നു. ലാമി ഇങ്ങോട്ടേക്ക് നോക്കുന്നു. പക്ഷെ ലാമ പേടിച്ചിട്ടാണോ അതോ ഫോട്ടോക്ക് ലാമ ഫോട്ടോ അത് നമ്മളെക്കാളും ബുദ്ധിയുള്ളവരാണ് ഇവരൊക്കെ, മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് അവര് കറക്റ്റായിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് നിൽക്കുന്നതാണ്. അങ്ങനെ നിൽപ്പ് കാണാൻ തന്നെ നല്ലൊരു രസം ഉണ്ടായിരുന്നു. അത് നിന്ന് കഴിഞ്ഞില്ലെന്ന് വെച്ചിട്ട് അത് തല ഉടഞ്ഞതൊക്കെ എന്തായാലും റയാൻ നോക്കുന്നുണ്ടായിരുന്നു. ഇത് കാട്ടുപന്നിനെ കുറിച്ച് അതിന്റെ കാര്യങ്ങൾ എന്താണ്, ഇത് കാട്ടുപന്നി എന്താണ്, അതിന്റെ കളർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നമ്മൾ പണ്ടൊക്കെ പഠിക്കുമ്പോ ഇതിന്റെ കൊടുത്തിട്ട് കണ്ണിന്റെ അവിടെ നിന്ന് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ഇത് കണ്ണ്, അത് തല, ഇത് മൂക്ക്, ഞാൻ അതുപോലെയാണ് എഴുതിയത്. അങ്ങനെയൊക്കെ തന്നെയാണ് എഴുതിയത്. അതായത് അതിന്റെ പ്രത്യേകത എന്താണെന്ന് എഴുതി വെച്ചത്. ഞാനത് വായിക്കാൻ നിന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഇട്ടാണതൊക്കെ നമുക്കറിയാലോ, കണ്ണും തല്ലി മൂക്ക്. അതുകൊണ്ട് ഞാനത് വായിച്ചില്ല. ഓൾറെഡി ജർമ്മനായിരുന്നു, നമുക്കതറിയാത്ത പോലെ നമുക്കത് അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഇവരൊക്കെ കണ്ടാൽ മതി. എന്തായാലും പന്നീനൊക്കെ, കാട്ടുപന്നീനെ ഇതിക്ക് മുന്നേ കണ്ടിട്ടുണ്ടോ? കാട്ടുപന്നീനെ ഞാൻ കണ്ടിട്ടില്ല, പന്നീനെ കണ്ടിട്ടുണ്ട്. ഞാനും കാട്ടുപന്നീനെ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാൻ ഇതുപോലെ പോയിരുന്ന ഒരു ഹണ്ടർ ഉണ്ടായിരുന്നു. ആളിതുപോലെ ഒരു കാട്ടുപന്നീനെ കെട്ടി തൂക്കിയിട്ടാണ്, അതായത് വെടി വെച്ചിട്ട് കെട്ടി തൂക്കിയിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അതും ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഞാൻ കണ്ടാണ്, ജർമ്മനിയിൽ വെച്ചിട്ടാണ്. ഇവിടെ ഹണ്ട് ചെയ്യാനൊക്കെ ആയിട്ട് അലൗഡ് ആണ്. അതിന് ചെറിയ അങ്ങനെ എന്തൊക്കെയോ ആള് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് വേറൊന്നല്ല, ഹണ്ട് ചെയ്യാനായിട്ട് ആൾക്ക് സ്വന്തമായിട്ട് ഈ കാർഡ് തന്നെ നമുക്കിങ്ങനെ സ്വന്തമായിട്ട് വാങ്ങാന്ന് പറയണേ. ഇത്രയും ഏരിയ ആയിട്ട് നമുക്ക് വാങ്ങാം. എന്നിട്ട് അതിന്റെ നടുക്ക എവിടെയെങ്കിലും ഒരു ഏറുമാടം, ഇപ്പൊ നേരത്തെ കണ്ടില്ലേ അതുപോലെ
പക്ഷെ അതിനേക്കാളും നല്ല ഹൈറ്റിൽ ഏറുമാടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതുപോലെ ക്യാമറയും സംഭവങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ക്യാമറയിലൊക്കെ നോക്കും എപ്പോഴേക്കും ഇത് വരണേന്നൊക്കെ നോക്കി ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ആ വരണ ഏകദേശം ഒരു സമയമൊക്കെ വെച്ചിട്ട് ഈ ഏറുമാടത്തിൽ പോയിരുന്ന് ഷൂട്ട് ചെയ്യും എന്നാണ് ആളെന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ വീണ്ടും നടക്കുകയാണ്. ഇവിടെ നടക്കാനായിട്ട് അത്യാവശ്യം ഒരുപാട് സ്ഥലമുണ്ട്. ഇതൊരു ശരിക്കും പറഞ്ഞൊരു എക്സസൈസ് കൂടിയാണ്. അങ്ങനെ നമ്മൾ നടന്ന് ഇനി അടുത്തത് എവിടെയാണ് കാണാൻ പറ്റുക, ആരാണ് ഇനി ഉള്ളതെന്നുള്ളൊരു ഇതിനകത്താണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഇവിടെയൊക്കെ ഓരോ വെയിലിങ്ങനെ കെട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെയൊക്കെ നല്ല താഴ്ചയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്കൊന്ന് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഇങ്ങനെ കമ്പി കൊണ്ടൊക്കെ വേലി പോലെ കെട്ടി വെച്ചിരിക്കുന്നത്. ഒരുപാട് മരങ്ങളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നമുക്ക് വെയിലൊന്നും അത്ര 36 എന്നൊക്കെ പറയുമ്പോൾ അത്രയും ഭയങ്കര ചൂടാണ്. നമുക്ക് ഒട്ടും ഇതാക്കാൻ പറ്റില്ല. വീട്ടിലെന്തായാലും ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓൾറെഡി ഇത് പ്ലാൻ ചെയ്ത് പോയാനുള്ള ആ ഒരു അതും അതിന്റെ തലേന്ന് നമ്മ ഒട്ടും പോണ്ടെന്ന് വെച്ചത് അന്ന് 40 ഡിഗ്രി അടുത്ത് എത്തിയാറിനെ കൊണ്ട് ഒട്ടും പോണ്ടെന്ന് വെച്ചിരുന്നതാണ്. എന്നാലും എന്തായാലും പ്ലാൻ ചെയ്തല്ലെന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മ ഇറങ്ങി. കുറച്ച് ചൂടുണ്ടെങ്കിൽ കുറച്ച് കുറവുള്ള കാരണം കൊണ്ട് ഇറങ്ങിയതാണ്. ഇവിടെ ചെന്നപ്പോ വെയിലിന്റെ ഒരു ഇതുപോലും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഒട്ടും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ മരങ്ങളുള്ള കാരണം കൊണ്ട് ഭയങ്കര തണവായിരുന്നു. അതാണ് ഏറ്റവും വലിയൊരു എന്താ പറയാ നല്ലൊരു നമുക്ക് ഇവിടുത്തെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്. എന്തായാലും ഇവിടെ തുടക്കം കണ്ട പോലെ കയറി വന്നപ്പോൾ തന്നെ കുറച്ച് ആടുകളും മാനുകളും ഈ പറഞ്ഞ ലാമേനൊക്കെ കണ്ടായിരുന്നു. പിന്നെ പന്നികളും കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചധികം നടക്കാൻ തന്നെയാണ്. ഇവിടെ പിന്നെ അധികം മൃഗങ്ങളൊന്നും ഇപ്പം കാണണില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ വീണ്ടും നേരത്തെ കണ്ട പോലെ ഇങ്ങനെ നോക്കി നിൽക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഒന്നും ഇവരെ വെടുപ്പാക്കിയിട്ടില്ല. എന്താ പറയുക, കാട് വെട്ടി തെളിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിലുള്ളത് കൃത്യമായിട്ട് കാണാനായിട്ടുള്ളൊരു ഇതുണ്ട്. എന്തായാലും അവിടെ നേരത്തെ നമ്മൾ കണ്ടത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ കണ്ടില്ലെങ്കിൽ ഇത്രത്തോളം ഉള്ളൂ എന്നുള്ള ഞങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തു. നമ്മൾ അങ്ങനെ നടന്നു വന്നപ്പോ നേരത്തെ അവിടെ കണ്ട പന്നിയുടെ അതന്നെ കാട്ടുപന്നിയുടെ കണ്ടിന്യൂവേഷൻ കൂടി ഉണ്ടായിരുന്നു. ആ വേലി കെട്ട് ഇവിടേക്കും നീട്ടി കെട്ടിട്ടുണ്ടായിരുന്നു. വലിയൊരു ഇതിന്റെ ഉള്ളിലാണ് ആയിട്ടുള്ള കെടുത്തിരിക്കുന്നത്, വലിയൊരു വേലിയുടെ ഇതിനകത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തുടങ്ങി ഇത്ര ഏരിയ വരെ അവർക്ക് മാത്രമായിട്ടുള്ള ഒരു സ്ഥലമാണ് കാട്ടുപന്നികൾക്ക്. എന്തായാലും അതിങ്ങനെ വന്ന് അടിയിൽ തപ്പണ്ടേ, നമ്മ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ടോന്ന് അറിയാനാണോ സംശയമുണ്ട്. എന്തായാലും നമ്മ ഒന്നും പറക്കാത്തതിനെ കൊണ്ട് നമ്മ ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാട്ടുപന്നികളെ ആരും അധികം വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നുണ്ടായില്ല. എല്ലാവരും ഇല്ല. ആ പിള്ളേര് വന്നപ്പോ കൊറേ ഇങ്ങനെ പന്നികളെ നോക്കണ്ടായിരുന്നു. ഇത് ഇവിടെ കണ്ടില്ല, ഇവിടെ എഴുതി വെച്ചാൽ റുണ്ട് വെഗ്. ഇത് ഈ റൗണ്ട് ആയിട്ട് പോണ കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു എഴുതി വെച്ചാൽ റുണ്ട് വെഗ്. റുണ്ട് എന്ന് പറഞ്ഞാൽ റൗണ്ട്, വെഗ് എന്ന് പറഞ്ഞാൽ വഴി. അതാണ് റൗണ്ട് വഴി. ഇത് ഇതേപടി തന്നെ ഇടാൻ പോണത്, ഇനി കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ പറയല്ലേ. പറഞ്ഞ ബാക്കി നിന്റെ വർണ്ണനകൾ വരട്ടെ കൊഞ്ചു. ഇത്രയും വർണ്ണിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റുന്നുള്ളൂ. ഈ മരങ്ങൾ കണ്ടിട്ട് ഞാൻ എന്ത് വർണ്ണിക്കാനാ. എന്തായാലും ഇതിൻ്റെ ഭംഗി നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പരാജയപ്പെട്ടു. ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ കാണുന്നത് എന്തിട്ടാണെന്ന് അറിയാനായിട്ട് ഞാൻ ഇങ്ങനെ ചുറ്റി ഇതിന്റെ വീഡിയോ ഒക്കെ എടുത്തു. ഇവര് ഈ മരം കൊണ്ട്, അതായത് ഇവിടെ ഇതിനകത്ത് ഒരുപാട് മരം ഉള്ളത് കൊണ്ടാണ് തോന്നുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ മരം വെച്ചിട്ട് ഒരുപാട് പണികൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം കരുതി മരം അടക്കി വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ ഓരോന്ന് കാണുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വായിച്ചപ്പോഴാണ് ഞാൻ ഇവിടെ നിന്ന് വേഗം ഓടിപ്പോയത്. വേറെ ഒന്നല്ല, ഇത് മറ്റേ പ്രാണികൾക്കും ഇൻസെക്റ്റിനൊക്കെ വന്നിരിക്കാനുള്ള ഒരു സ്ഥലമാണ്, അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചാണ് ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടാണ് എഴുതി വെച്ചാണ്. ജർമ്മൻ അറിയുന്നവരുണ്ടെങ്കിൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഇതെന്തൊക്കെയാന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കൈയിട്ട് നോക്കിയാൽ പണി കിട്ടാൻ വഴിയുണ്ടല്ലോ. അറിയില്ല, നമുക്ക് കുഴപ്പമുണ്ടല്ലോ, പിള്ളേരൊക്കെ ഉള്ളപ്പോഴാണ് കുഴപ്പമുള്ളൂ. പക്ഷെ പിള്ളേര് ഇങ്ങോട്ടേക്ക് വരുന്നില്ല, കാരണം അവര് ആ ഒരു പന്നികളുടെ അവിടെ എത്തിയിട്ട് അവിടെ വെച്ച് പിന്നെ അധികം ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അവര് തിരിച്ചു പോയി അത്രയും വരെ. കാരണം അവര് ആടിനും മാനിനും ഇതൊക്കെ കണ്ടു. പിന്നെ ഇതിനുള്ളിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇങ്ങനെ കുറേ വഴികളും അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ചില ഇതുകളുള്ളൂ. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്നും കുട്ടികൾ വന്നിട്ടുണ്ടായില്ല. അവരവിടെ വെച്ചിട്ട് പിന്നെ തിരിച്ചു പോയി. നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ അവിടെ വേറെ 2 സാധനത്തെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് പശുവാണോ? കണ്ടിട്ട് പശുവായിട്ട് തോന്നണില്ല. സംഭവം വലിയ കൊമ്പൊക്കെയാണ്. ഇതിന് കണ്ണ് കാണാൻ പറ്റില്ല കേട്ടാ. ഇതിൻ്റെ കണ്ണൊന്നും കാണാൻ പറ്റുന്നില്ല. അത് വേറൊന്നല്ല, ഈറ്റകൾക്ക് മുടി വളർന്നതാണ്. ആനകൊണ്ടാണ് മുടി വളർന്ന് മൊത്തം മുടിയേക്കാണ്. അപ്പം അതുകൊണ്ടാണ് ഈറ്റകൾക്ക് കണ്ണ് കാണാൻ പറ്റാത്തത്. ഒരെണ്ണം ഇങ്ങോട്ട് ഒരെണ്ണം അങ്ങോട്ടും നോക്കി നിൽക്കുന്നത്. ഇത് പക്ഷെ കണ്ടിട്ട് ഭയങ്കര വലിപ്പമുണ്ട് ഇതിന്. ഹോഹ്ലാൻ റിൻഡ് എന്ന് എഴുതിയാണ്. ഹോഹ്ലാൻ റിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? റിൻഡ് എന്ന് പറഞ്ഞ പശു, ഹോഹ്ലാൻ റിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കോട്ട്ലാൻഡിൽ നിന്നുള്ള ഒരു ഇനം പശു എന്നാണ്. എന്തായാലും നാട്ടിൽ പശുവിനെയൊക്കെ വളർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാള് വേഗം അതിനെ ചാടി കയറി പിടിക്കാൻ പോകണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ അവിടെ വായിച്ചത് സൂക്ഷിക്കുക, അതിന്റെ കൊമ്പുകളെ സൂക്ഷിക്കാൻ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ജർമ്മൻ അറിയാത്ത അന്നം കൊണ്ട് നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. പിന്നെ കൊമ്പ് കണ്ടാൽ തന്നെ അറിയാം. അത്യാവശ്യം വലിയ കൊമ്പായതുകൊണ്ട് വലിയ സാഹസ്യത്തിന് ഞാൻ മുതിർന്നില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് തൊടാനും നോക്കി. ഓൾറെഡി കണ്ണ് കാണില്ലല്ലോ. പക്ഷെ അത് സ്മെല്ല് ചെയ്തറിയാൻ പറ്റിയിട്ടുണ്ട്. സ്മെല്ല് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ചുമ്മാ അങ്ങനെ തിരിഞ്ഞ അതിന്റെ കണ്ണ് മൂടിപ്പോയി. കണ്ണ് കാണാൻ പറ്റുന്നില്ല. അത് മുടി അത്ര പേർക്കും മുടി വളർന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഇവിടെ ഇതിനെ പരിപാലിക്കുന്നവര് വെട്ടി കൊടുക്കേണ്ടതാണ്. അത് ചിലപ്പോ ഇട്ടത് മറ്റേ ഈച്ചകളൊന്നും കണ്ണി വന്നിരിക്കാണ്ടിരിക്കാനായിട്ടുള്ള പിന്നെ വെറുതെ ഓരോന്നും അറിയോ? അല്ല, ആയിരിക്കുമെന്നാണ് പറഞ്ഞത്. ആണെങ്കിലാണെന്ന് ഞാൻ പറഞ്ഞല്ലേ. എന്തായാലും അവിടെ ആ അറ്റത്ത് 1-2 മാനുകൾ നിൽക്കണ്ടായിരുന്നു. പക്ഷെ ആ കുറെ മാനുകള് പുറത്ത് ഇങ്ങനെ അഴിച്ചിട്ടുണ്ട്. ഈറ്റങ്ങൾ മാത്രം എന്തെങ്ങനെ കൂട്ടിലാക്കി ഇട്ടിരിക്കുന്നത്. ചിലപ്പോ വീട്ടിലും വരാമായിരിക്കും, പുറത്തേക്ക് വരാമായിരിക്കും. ആ സൈഡിൽ കൂടെ ഇത് മീൻസ് അവർക്ക് ഒരു സ്വസ്ഥത കിട്ടാനായിട്ട്. ഇപ്പൊ അല്ലെങ്കിൽ എല്ലാവരും ഓടിച്ചെന്ന് എല്ലായിടത്തും ഒട്ടും ഇതില്ലെങ്കിൽ എന്തായിരിക്കും. എന്തായാലും അത് കുറച്ച് ഞങ്ങളെ കണ്ടപ്പോൾ കുറച്ചൊന്ന് മിനിറ്റ് ഓടിയിട്ട് അവിടെ നിന്ന് ഞങ്ങളെ തിരിഞ്ഞു നോക്കാണ്. എല്ലാ മാനുകളും ഇണങ്ങിയിട്ടുണ്ടായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും. ഇത് മാത്രമല്ല ഉള്ളത്, വേറെ 2 മാനുകൾ കൂടിയുണ്ട്. പക്ഷെ അവരുടെ അടുത്തേക്ക് പതിയെ പോവാനായിട്ട് നോക്കി. പക്ഷെ ഞാൻ വരുന്നതും കണ്ട് അവർ പിന്നെയും ഓടിക്കളഞ്ഞു. ഇതിനകത്തുള്ള ഇതിൻ്റെ ഉള്ളിൽ കൂട്ടിലുള്ള മാനുകൾക്കൊക്കെ കുറേ കൊമ്പുണ്ട് കേട്ടോ. ഐറ്റങ്ങൾക്കൊക്കെ വലിയ കൊമ്പാണെങ്കിലും 1-2 ഉണ്ടാവുന്നത്. ഇതിൻ്റെ അടുത്തേക്കാണ് ഞാൻ ചെല്ലാൻ നോക്കിയത്. പക്ഷെ ഇത് അവിടെ ചെന്നിട്ട് അത് ഓടിപ്പോയി. പിന്നെ വീണ്ടും ഞാൻ അവിടെ നിന്നൊരു എല്ലൊക്കെ പൊട്ടിച്ച് തിന്നോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കാണിച്ചു കൊടുത്തു. പക്ഷെ രക്ഷയില്ല, അത് വന്ന വഴി ഓടിപ്പോയി. പിന്നെ അവിടെ നിക്കണേല അതിന് തന്നെ പറിച്ചു തന്നു. നീ ഇതിനെ പറിച്ചു കൊടുത്തിട്ട് എന്താ നിക്കണേലൊന്നും മരത്തിന്റെ ഇലയൊക്കെ താഴെയാണ് കിടക്കണേ, മൊത്തം മുകളിലല്ലേ. യു ഡോണ്ട് സീ നോക്കാണ്ട് വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. അങ്ങനെ പക്ഷെ അവര് മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ്. പിന്നെ അവിടെ ഇച്ചങ്ങളല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും കൂടുതൽ കാണാനായിട്ടൊന്നുമില്ല. കുറച്ചേരം അവിടെ നിന്ന് നോക്കി. അവർക്ക് മൈൻഡിലാണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങോട്ട് പോകുന്നു. കാരണം അവരങ്ങോട്ട് ഒത്തിരി ദൂരേക്ക് പോയി. കാരണം ഇത്ര നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് ഒത്തിരി ഏരിയ ഉണ്ട്. അപ്പോൾ അവർ അങ്ങോട്ടേക്ക് പോയി. പിന്നെ നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ടൊന്നുമില്ല. അപ്പോൾ അതന്നെ നമ്മൾ തിരിച്ച് നടന്നു. തിരിച്ച് നടക്കുമ്പോഴാണ് അവിടെ ഒരു എന്താ പറയുക, മരത്തിൻ്റെ ഒരു സംഭവം കാണുന്നത്. അത് ശരിക്കും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞാനൊക്കെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് ട്രീ പോലെയൊക്കെ ഉണ്ട്. ക്രിസ്മസ് ട്രീ അതിന്റെ തന്നെ ഒരു രസമുണ്ട് കാണാനായിട്ട്. ഞാനിതൊക്കെ ഫോട്ടോയിൽ മാത്രം കണ്ടിട്ടുള്ളൂ. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പോയാലോ എന്നുള്ളൊരു, ഇതിൻ്റെ ഉള്ളിൽ കൂടെ, ഈ മരത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നാലോ എന്ന് ചിന്തിച്ച് അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കടന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് കുറച്ച് ഡേഞ്ചറാണ്. കാരണം ഇതിൻ്റെ കൊമ്പുകളൊക്കെ ഇങ്ങനെ എന്താ പറയുക അടുത്തടുത്താണ് ഇതാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നോക്കിയും കണ്ട് നടന്നില്ലെങ്കിൽ ഒക്കെ നമ്മുടെ ഇതിനകത്ത് ഇതിപ്പോൾ ഞാൻ നടക്കുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നെങ്കിലും പക്ഷേ ഇത് അത്ര സിമ്പിളായിരുന്നില്ല ഇത്. കാരണം സൂക്ഷിച്ച് നടക്കും. പിന്നെ എനിക്ക് ഹൈറ്റ് ഇല്ലാത്ത തന്നെ കൂടി രക്ഷപ്പെട്ടു. ഒരുപാട് ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ ശരിക്കും പാടും. അടിയിലത്തെ കൊമ്പുകളൊക്കെ പിന്നെയും കുറച്ചൊക്കെ വെട്ടി കളഞ്ഞിട്ടുണ്ട് മുകളില്. എന്തായാലും എൻ്റെ ഒരു ഹൈറ്റിൻ്റെ അത്ര. അങ്ങനെ അവിടെ നിന്നുള്ള ഫോട്ടോ കിട്ടിയതിന് സന്തോഷം ഞാൻ തുള്ളിച്ചാടി പോവുകയാണ് ഗൈസ്. എന്തായാലും ഇന്ന് അത്യാവശ്യം നടന്നിട്ടുണ്ട്. കാരണം ഇത്രയും നടത്തം ഞാൻ നടന്നിട്ടില്ല.
എന്തായാലും പിന്നെ ക്ലൈമറ്റും ഒക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല, വലിയ ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നടക്കാൻ വലിയ പ്രശ്നം തോന്നുന്നില്ല. വീണ്ടും മരങ്ങളാണ്, ഇഷ്ടംപോലെ മരങ്ങളാണ്. നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ മരങ്ങളില്ല എന്ന് പറയാൻ പറ്റുമോ? അത് ശരിയാണല്ലോ അല്ലേ. പക്ഷെ ഇത് അത്ര കാടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിത് കാടാന്നുള്ള കാര്യം മറന്നു പോകണം. കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതത്ര കാടെന്ന് ശരിക്കും കയറി വരുമ്പോൾ നമുക്ക് കാടിൻ്റെ ഒരു ഫീലൊക്കെ തോന്നും. പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്ര കാടായിട്ട് തോന്നില്ല. കാരണം വരുന്ന വഴിയിലൊക്കെ നിറച്ചും മരങ്ങളും ഒരു കാടിൻ്റെതായ ഫീലൊക്കെയാണ്, ചെറിയൊരു ഇരുട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഒട്ടും അങ്ങനെ തോന്നണില്ല. വീണ്ടും റുണ്ട് വെഗ്ന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഓരോ വഴി ഇനി അത് കൂടെയാണ് പോകേണ്ടതെന്നുള്ള രീതിയിൽ ആയിട്ടാണ് ഓരോ സ്ഥലങ്ങളിലും എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഓരോ സ്ഥലത്തും ഇവരോരോ വാതിൽ തുറന്നുകൊണ്ടിരുന്ന അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ പല മാനുകളുടെ എന്താ പറയുക അതിൻ്റെ വെറൈറ്റികൾ എന്താണെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൊമ്പ് നോക്കിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ തുറന്നിട്ടരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വേറൊന്നല്ല, ഓരോ സ്ഥലത്തും ഓരോ ടൈപ്പ് ഇതുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാണ്ടിരിക്കാനാ, അതിനൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ പുറത്തേക്ക് പോകാണ്ടിരിക്കാനാ, അതിനൊക്കെ ആയിരിക്കും. ചിലപ്പോൾ എല്ലാവരും ഈ പറഞ്ഞോണം മനുഷ്യനെ ആക്രമിക്കാത്തായിരിക്കില്ല. ചിലപ്പോൾ വല്ല മനുഷ്യൻ്റെ അങ്ങനെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ മാനുകളാണെങ്കിലും നമ്മളപ്പം കണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഏരിയയാണ്. അത് അങ്ങോട്ട് ബാക്കിലേക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെയും വേറെ കുറേ മാനുകളൊക്കെ ഉണ്ടാവാം. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലത്തുള്ളത് അവറ്റങ്ങൾ മാത്രം 2-3 മാനുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ കണ്ടതിൽ ആകെ 3 മാനുണ്ടായുള്ളൂ. പിന്നെ അങ്ങോട്ട് ഒത്തിരി ഏരിയ അങ്ങോട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒത്തിരി പേരുണ്ടാവുമായിരിക്കാം. പക്ഷെ നമ്മൾ ആകെ 3 കണ്ടുള്ളൂ. നമുക്ക് പിന്നെ അത്രയും വരെ കടക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള മരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താണ്? ഇവിടുത്തെ ചെടികളെ കുറിച്ചൊക്കെയാണ് എഴുതി വെച്ചത്. ഇലകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അത് ഏതൊക്കെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെയാണ് അവിടെ എഴുതി വെച്ചത്. അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ എന്താ പറയാ മരത്തടികൾ വെട്ടിവെച്ചിട്ട് അത് ഏതിന്റെ മരമാണെന്നുള്ളത് ഇങ്ങനെ എഴുതി വെച്ചേക്കാണ്. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. സ്റ്റാർട്ടിംഗ് ഒക്കെ പ്രകൃതി ഭംഗി എന്നൊക്കെ പറയാൻ പറ്റും. ഇത് പക്ഷെ നടന്ന് പക്ഷെ അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു നടന്നപ്പോ. അത്രക്കില്ലെങ്കിലും എന്നാലും കുറച്ച് കഴിയുമ്പോ നമുക്ക് എന്താ പറയാ, കാരണം ഇവിടെ ഒന്നും അങ്ങനെ അധികം കാണാനായിട്ട് മൃഗങ്ങളൊന്നും ഇല്ല. ഇപ്പൊ കേറി വരുമ്പോ തന്നെ നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ ആടും മാന് ലാമയൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ കൂടെ വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കൂടുതലും മരങ്ങളാണ്. എന്താ പറയുക, നടക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടാക്കിയതല്ല, ജർമ്മൻകാർ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ജർമ്മൻകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കണേൽ എന്തോ വലിയ സംഭവമായിട്ട് കരുതുന്നവരാണ് അവർ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വെയിലായാലും അതൊന്നും ഒരു പ്രശ്നമല്ല. അവർക്ക് എന്തോരം നടക്കാൻ പറ്റുമോ അത്രയും സന്തോഷമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് സംഭവം മെയിനായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്രയ്ക്കും നടത്തത്തിനോട് താല്പര്യപ്പെടുന്ന ആളല്ലാത്തതുകൊണ്ട് സ്റ്റാർട്ടിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും ഇഷ്ടക്കേടൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ നമുക്ക് കാണാനായിട്ട് കുറച്ചും കൂടിയും ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ അധികം മൃഗങ്ങളൊന്നുമില്ല. 1-2 മാനുകൾ, അതിൻ്റെ പല വെറൈറ്റീസ്. ഇനി കൂടുതലും അങ്ങനത്തെയൊക്കെയാണ്. 1-2 വെറൈറ്റീസൊക്കെ കാണാനായിട്ട് നമുക്ക് പറ്റും. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ പോകുന്നത്. കാണാൻ ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രസമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ അവിടെയും എഴുതി വെച്ചിട്ടുണ്ട് അതുവരെ ആൾക്കാർക്ക് പോകാൻ പാടുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞെങ്കിൽ വേലിയൊന്നും അവർ കെട്ടിയിട്ടില്ല. ഇവിടെ നമുക്ക് ജസ്റ്റ് അവിടെ ഒരു സൈൻ വെച്ചിട്ടുണ്ട്. ഇവിടെ വേറെ വേലിക്കെട്ടുകളൊന്നും നമ്മ വരില്ല എന്നുള്ള ഉറപ്പിൽ അവിടെ 2 കിടക്കുന്നുണ്ട്. അത് നേരത്തെ അവിടെ കണ്ട മാനുകളൊന്നല്ല, നല്ല വ്യത്യാസമുള്ള ഒരു 2 മാനുകളാണ്. ഇതിന്റെ കൊമ്പുകൾക്കൊക്കെ സെയിം തന്നെയാണ്, പക്ഷെ കൂടി വലിപ്പമുണ്ട്. പിന്നെ കളറിൽ വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. ഇതിന് പുള്ളികളൊന്നുമില്ല. ഒരു വൈറ്റും പിന്നെ ഒരു ബ്രൗൺ കളറാണ്. അതിന്റെ കൊമ്പിനും വ്യത്യാസമുണ്ട്. ശരിക്കും കിരീടമൊക്കെ വെച്ചിരിക്കണ പോലെ ഇരിക്കുന്നുണ്ട്. രാജാവ് റാണിയാണോ? രണ്ടും ഇല്ല. ഇനി അതിന്റെ അപ്പുറത്തും ഇതുപോലെ തന്നെ വേറെ മാനുണ്ട്. അതും അതിന്റെ കൊമ്പും വേറെ ടൈപ്പ് കൊമ്പാണ്.
അതാണ് അവരവിടെ കയറി വരുന്നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, മാനിൻ്റെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഇവിടെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇതൊക്കെ കാടിൻ്റെതായ കാരണം കൊണ്ട് ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ജസ്റ്റ് ചിലപ്പോൾ കാണാൻ പറ്റിയ കണ്ടു. എന്തായാലും കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു അട്രാക്ഷൻ പോലെയാണ് തോന്നുന്നത് ഈ പറഞ്ഞ മൃഗങ്ങളൊക്കെ കാണുമ്പോൾ. പക്ഷെ അത് കഴിയുമ്പോൾ ഇപ്പോൾ ഇവള് പറഞ്ഞോണം വലിയ കാര്യമായിട്ട് അങ്ങനെ തോന്നില്ല. എന്നാലും ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ കാണാം. ശരിക്കും ഇതിൻ്റെ ഉള്ളിലുണ്ട് സംഭവങ്ങൾ, ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർ വരുന്നത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളപ്പോഴുള്ള ഇവർ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. ചിലപ്പോൾ അതായിരിക്കാം. കാരണം ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഇതിറ്റുകൾ കുറേ പേര് അങ്ങോട്ട് ഓടിപ്പോണ്ടായിരുന്നു. അവിടേക്കും നമുക്ക് അങ്ങനെ അത്ര എത്താനൊന്നും പറ്റില്ല. കാരണം അവിടെ വെയിലുണ്ടായിരുന്നു, ഇവിടെ പക്ഷെ വെയിലില്ല. പക്ഷെ എന്നാലും ഒരു ഇത് വിട്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. കാരണം അവരുടെ എന്താ പറയുക, അവരുടെ സ്ഥലത്തേക്ക് ഒരു ലിമിറ്റ് വിട്ട് നമുക്ക് പ്രൈവസി വേണം. അതുകൊണ്ട് നമുക്കൊരു സ്ഥലമുണ്ട്, അവിടെ വരെ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് താഴെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു സത്യം പറഞ്ഞാൽ അതൊരു അരുവി പോലെയാണ്. പക്ഷെ ഇപ്പം അതിനകത്ത് വെള്ളമില്ല, കാരണം നല്ല ചൂടായ കാരണം കൊണ്ട് വെള്ളമൊക്കെ വറ്റിയിരിക്കുകയാണ്. ശരിക്കും അതൊരു അരുവിയായിരുന്നു. എന്തായാലും ഇവിടെ വന്നിട്ട് നമുക്ക് അത്യാവശ്യം ഫോട്ടോഷൂട്ടും ഇതുപോലൊക്കെ നടത്താൻ വേണമെന്നുണ്ടെങ്കിൽ അതിന് റെസ്ട്രിക്ഷൻ അങ്ങനൊന്നും ആരും അവിടെ ഒന്നും പറഞ്ഞിരുന്നില്ല. ഇവിടെ ഫോട്ടോസ് എടുക്കാൻ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. അത്യാവശ്യം ഇവിടെ നോക്കുമ്പോ ആ താഴേക്ക് നോക്കുമ്പോ നല്ലൊരു ഇതുപോലെ കാണുന്നുണ്ട്. ഞാൻ പരമാവധി ശ്രമിച്ചു ഇവിടെ നിന്നൊക്കെ എടുക്കാനായിട്ട്. എന്തായാലും അതിന്റെ നേരിട്ട് കാണുന്ന ഒരു ഭംഗി എന്തായാലും ഇവിടെ വീഡിയോയിൽ നോക്കുമ്പോൾ കിട്ടണുണ്ടായിരുന്നില്ല. ഇവിടെ എന്തോ പക്ഷികളെ കുറിച്ചും അതിനെ കുറിച്ചൊക്കെയാണ് അവിടെ എഴുതി വെച്ചാണ്. കുറെ മരമുള്ള കാരണം കൊണ്ട് ഇവിടേക്ക് വന്ന് കുറെ പക്ഷികൾ ഇരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മളൊറ്റ പക്ഷീനും കണ്ടില്ല, അത് വേറെ കാര്യം. പക്ഷെ ഉണ്ടാവുമായിരിക്കും, ഒരുപാട് പക്ഷികൾ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവുമായിരിക്കും. എന്തായാലും ഞാൻ അവിടെ ഒത്തിരി നേരം നിന്ന് ശ്രമിച്ചു നോക്കി. എന്ത് പക്ഷികൾ വരും? അതല്ല, ഇവിടത്തെ കണ്ടില്ല, അവിടെ കാണാൻ ഇവിടെ നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നില്ലേ? കുഴപ്പമില്ല, അത്ര വലിയ ഭംഗിയൊന്നും പറയില്ല, എന്നാലും കുഴപ്പമില്ല. കാണാൻ ഭംഗിയില്ല, ഇങ്ങനെ കാണുമ്പോ ഭംഗിയില്ല, നേരിട്ട് കാണുമ്പോ ഭംഗിയുണ്ട്. ഇപ്പൊ നമ്മള് ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ലല്ലോ. അത് വീഡിയോ എടുത്തിട്ട് കിട്ടിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലാവണില്ല നിനക്ക്? എന്തായാലും ഇതിന്റെ ഒപ്പം വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരാളോട് എത്തിരി അവിടെ നിന്ന് നടന്നു വരാൻ പറഞ്ഞപ്പോ ഒറ്റയ്ക്കൊക്കെ ഇനി നടക്കാറുണ്ട്. കൂടെ ആൾക്കാരുള്ള കാരണം കൊണ്ട് ഭയങ്കര നാണമായിരുന്നു അന്ന്. ഞാനല്ല ഇരുന്നിട്ടുണ്ടാട്ടത്, നല്ല അലമ്പിട്ടു, എനിക്ക് ഇഷ്ടമായില്ല. അങ്ങനെ നമ്മളുടെ പ്രയാണം, ഡോറയുടെയും പൂജിയുടെയും പ്രയാണം വീണ്ടും ആരംഭിച്ചു. നടന്ന് തീരുന്നില്ല. ഞാൻ ഡോറ, ചേട്ടൻ പൂച്ചി. ഓ, ഇതെന്തോരം നടക്കാനുള്ള. നടന്ന് ഞാൻ സത്യമായിട്ടും എൻ്റെ ഉള്ള എനർജി മൊത്തം പോയിട്ടാ. ഇനി ഒരു ഭക്ഷണം കഴിക്കാണ്ട് ഒരടി മുന്നോട്ട് എനിക്ക് നടക്കാനായിട്ട് പറ്റില്ല. വേഗം എവിടെയാണ് ഒരു സ്ഥലം ഇരിക്കാനായിട്ടുള്ള ഒരു സ്ഥലം വേഗം കണ്ടുപിടിച്ചു. അതിനിപ്പോ ഞാൻ അവിടെ നിന്ന് കണ്ടുപിടിക്കണേ, നമുക്ക് നടന്നു നോക്കാം, എവിടെയെങ്കിലും കാണാതിരിക്കും. ഇപ്പൊ ഡോറിയും ബുജിയായില്ലേ, നമുക്ക് മാപ്പിനോട് ചോദിക്കാം എവിടെയായിരിക്കും ഇരിക്കാനുള്ള സ്ഥലം. മാപ്പാ? ആ, ഞാനാണ് മാപ്പ്, ഞാനാണ് മാപ്പ്, ഞാനാണ് മാപ്പ്, ഞാനാണ് മാപ്പ്. നിനക്കെന്താ പറ്റിയേ? അയ്യേ, മാപ്പ് എന്താന്ന് അറിഞ്ഞൂടെ? ഡോറയുടെ പ്രയാണം കണ്ടിട്ടില്ലേ? അതിനകത്ത് ഡോറ വഴി തെറ്റുമ്പോ മാപ്പാണ് വഴി കാട്ടി കൊടുക്കുന്നത്. ഡോറയുടെ ബാഗിലാണ് ഈ മാപ്പ് ഇരിക്കണത്. പിന്നെ വിളിക്കുമ്പോഴേ മാപ്പ് അപ്പം ഈ പാട്ട് പാടിയിട്ട് മാപ്പ് വന്നിട്ട് നമുക്ക് വഴി കാണിച്ചു തരും. അപ്പം നമുക്ക് മാപ്പിനോട് ചോദിക്കാം എവിടെ ഫുഡ് അടിക്കാനുള്ള സ്ഥലം. എന്നാ മാപ്പിനോട് ചോദിക്കും. എന്റെ മാപ്പ് പറഞ്ഞു തന്നാ. അപ്പം മാപ്പിനോട് ചോദിക്കുമ്പോൾ മാപ്പ് പറയും കുറച്ച് നടന്നു കഴിയുമ്പോൾ കാട്, മല, പുഴ, അത് കഴിയുമ്പോൾ നമ്മുടെ ഇരിക്കാനുള്ള സ്ഥലം വരും എന്ന് പറയും. അതിൻ്റെ ഇടയിൽ കുറുനരി വരും. അപ്പം നമ്മൾ കുറുനരിയോട് പറയണം കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കുകയേ ചെയ്യരുത്. അങ്ങനെ മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് ഇതേ കണ്ട നമ്മുടെ സ്ഥലം എത്തിക്കൊണ്ടിരിക്കുന്ന ആ കാതേക്ക് നമ്മളെ കാണുന്നതാണ് ഇരിക്കാനുള്ള സ്ഥലം. വിടാണ്ട് എല്ലാ കാർട്ടൂണും കാണാനുള്ള പരിപാടി ഉണ്ട്. അങ്ങനെ നമ്മൾ കുറേ നടന്ന് അവിടെ ഒരു കുഞ്ഞൊരു ഏറുമാടും അതിന് തൊട്ടടുത്തായിട്ട് ഇരിക്കാനുള്ളൊരു സ്ഥലം വന്നു. അപ്പം നമ്മൾ കുറച്ചായി നടക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ നടന്ന് നമ്മൾ ക്ഷീണിതരായപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് ഫുഡ് എന്തായാലും കുറച്ച് നമ്മൾ കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാമെന്ന് കരുതി. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് വേറെ ഫുഡും കാര്യങ്ങളൊന്നും നമുക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വന്നപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വന്നത്. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ ഇരുന്ന് ഫുഡൊക്കെ റെസ്റ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചിരിക്കാൻ കരുതി. അതിൻ്റെ ഇടയിൽ താഴെ ഒരു സംഭവം കണ്ടപ്പോൾ എന്നാൽ പിന്നെ വലിഞ്ഞ് അവിടെയും കയറി അവിടെ ഇരുന്നൊരു ഫോട്ടോ എടുക്കാമെന്ന് ചോദിച്ചു.
അങ്ങനെ എൻ്റെ ക്യാമറാമാൻ, ഞാൻ ആദ്യം ചെല്ലാനായിരുന്നു ഇൻസ്ട്രക്ഷൻ, അങ്ങനെ അവസാനം അവിടെ നിന്നും ഞാൻ ഇരിക്കുന്നതിലേക്കുള്ള വ്യൂ ആണ് എൻ്റെ ക്യാമറാമാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്താ പറയുക, എന്താ പറയുക, ദൂരതയിലേക്ക് നോക്കി നിൽക്കുന്നൊരു പോസാണ് കാണുന്നത്. കഴിഞ്ഞ് പിന്നെ ഏറുമാടത്തിലേക്ക് കയറാമെന്ന് കരുതി. അങ്ങനെ ഏറുമാടത്തിൽ നിന്നിട്ടുള്ളൊരു വ്യൂവും നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് എടുത്തതാണ്. ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്, നല്ല അടിപൊളിയാണ് ഇവിടെ കാണാനായിട്ടും. ഇവിടെ ഓരോ മാനുകൾ തിരിച്ചറിയാനായിട്ട് അതിന്റെ കൊമ്പുകളും ഏതൊക്കെയാണ് മാനുകളെന്നും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 4 ടൈപ്പാണ് തോന്നുന്നത്. ഇതിൽ 4 ടൈപ്പ് കൊമ്പാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങള് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ നടന്നു. കുതിരയുടെ കണ്ണ് മൂടിയിട്ട് ഇരിക്കുകയായിരുന്നു. അത് എന്തിനാ മൂടി കെട്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു കുതിരയേ ഉള്ളൂ. ഈ കുതിരയുടെ കണ്ണ് ഒരു മൂടി വെച്ചിരിക്കുകയാണ്. എന്തിനാ ഈ കണ്ണ് മൂടി വെച്ചിട്ടുണ്ടാവുക? അതിനങ്ങനെ എന്തോ പറയും, ട്രെയിൻ ചെയ്യാത്ത കുതിരേനെ അങ്ങനെ കണ്ണ് മൂടി കിട്ടുന്ന. ട്രെയിൻ ചെയ്ത കുതിരേനായ പോലും ഇങ്ങനെ സൈഡിൽ എന്തോ വെക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്തോ അതിന്റെ നിഴല് കണ്ടത് പേടിക്കാണ്ടിരിക്കാൻ, അങ്ങനെ എന്തോ ഒരു ഇത് കേട്ടിട്ടുണ്ട്. ഇനി നമ്മള് കുഞ്ഞു കുതിരയുടെ അടുത്തേക്കാണ് പോകുന്നത്. പോണീസ് എന്നാണ് ഇതിനെ പറയുന്നത്. അതിന്റെ കാര്യങ്ങൾ അവിടെ അവര് എഴുതി വെച്ചിട്ടുണ്ട്. 2 പോണീസാണ് ഇവിടെ ഉള്ളത്. ആ പോണീസിനാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. നല്ല രസമുണ്ട് ഇതിനെ കാണാനായിട്ട്. കുഞ്ഞു കുതിരകൾ, ഞാൻ ആദ്യമായിട്ടാണ് കുഞ്ഞു കുതിരകളെ, അതായത് പോണീസിനെ കാണുന്നത്. ഒറ്റങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് അവർ വിശന്നപ്പോൾ അവരും അവരുടെ ഫുഡ് കഴിക്കണം. നല്ല രസമില്ലേ കാണാനായിട്ട്? വാലൊക്കെ ആട്ടുന്നുണ്ടായിരുന്നു നന്നായിട്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പോണീസ് ഞാൻ ആദ്യമായിട്ടാ പോണീസിനെ കാണുന്നത്. അതുപോലെ ലാമേനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും കേൾക്കുന്നതും. ലാമ, ആമയല്ല, ലാമ. അല്ല, നീയല്ല പറഞ്ഞ കഴുത്ത് നീണ്ടതിനെ കണ്ടിട്ടില്ല, ജിറാഫിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ജിറാഫിനെ കണ്ടിട്ടുണ്ട്. കുതിരയുടെ കഴുത്ത് നീണ്ടിട്ടില്ലേ? പിന്നെ അത്ര പേര് നീണ്ടിട്ടൊന്നുമില്ല. അങ്ങനത്തെ അല്ല, ഇതിന് വണ്ണം കുറവ്, ഇതിന് വണ്ണില്ല, അതുകൊണ്ട് അത്ര തോന്നില്ല. പിന്നെ ഇവിടെയുള്ള മരങ്ങളൊക്കെ ഭയങ്കര ഹൈറ്റുള്ള മരങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവർക്കറിയാം അത്യാവശ്യം നടക്കാൻ നന്നായിട്ട് ഏരിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവര് കുറെ സ്ഥലങ്ങളിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷെഡുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആണ്. പക്ഷെ അന്ന് അവിടെ മൃഗങ്ങളൊന്നും കണ്ടില്ല. ഭാഗ്യം, ഞാൻ അവിടെ പോയി ഇരുന്നില്ല. എന്തായാലും നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ഇവിടെ കാണാനായിട്ടുള്ള മൃഗങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് ഇത്രേ ഉള്ളൂ. നമ്മളിനി വീണ്ടും നമ്മൾ എവിടെ നിന്നാണോ ഇത് തുടങ്ങി അവിടേക്ക് എത്താനായിട്ടാണ് പോകുന്നത്. കാരണം ഇതൊരു റൗണ്ടായിട്ടാണ് കിടക്കണേന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് എത്തണം. അതിനാലാണ് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മളിനി സ്റ്റാർട്ടിങ് പോയിന്റിലേക്കുള്ള യാത്രയിലേക്കാണ്. കേറി കഴിഞ്ഞാൽ ഇറങ്ങണമെങ്കിൽ ആ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കേറി കഴിഞ്ഞാൽ അത്രയും ചുറ്റി വേണം ഇങ്ങോട്ട് വരാനായിട്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ വെറുതെ ഫ്രീ ആയിട്ടൊക്കെ വരണമെങ്കിൽ ഇതുണ്ടെന്ന് പറയാം. പക്ഷെ 8 യൂറോ കൊടുത്ത് കാണാനായിട്ടുള്ള സംഭവം ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ചെറുപ്പത്തിലൊന്നും ഈ പറഞ്ഞ മാനിനെയോ ഇതിനും നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ലല്ലോ. നേരിട്ട് കാണാൻ പറ്റിയിരിക്കും. പക്ഷെ എന്നാലും ഈറ്റങ്ങളായിട്ട് തൊടാനോ ഐറ്റങ്ങളുടെ അടുത്ത് ഇങ്ങനെ കളിക്കാനോ മൃഗശാലയിൽ പോകണം. അതിനും നമ്മൾ ടിക്കറ്റ് എടുത്താണ് പോകണം. പക്ഷെ അതിന് കുറെ കൂടുതൽ മൃഗങ്ങളെ കാണാം, അടുത്ത് കാണാനൊന്നും പറ്റില്ല. പക്ഷെ ഇവിടെ കുറച്ച് മൃഗങ്ങളുള്ളൂ. പക്ഷെ നമുക്ക് അവരായിട്ട് ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റും. നമുക്ക് അവരുടെ കൂടെ നടക്കാം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം അവർക്ക് അതിൻ്റെ കൂടെ നടക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം റയാനൊക്കെ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞെങ്കിൽ ഈ മാൻ്റെയും ആടിൻ്റെ ഒക്കെ പിന്നാലെ ഓടി നടന്നേനെ. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കൊച്ച് അതിൻ്റെ അമ്മ അതിൻ്റെ പിന്നാലെ നടക്കായിരുന്നു അതിനെ പിടിക്കാനായിട്ട്. കാരണം ഈ മാന ഓടുന്നതിൻ്റെ കൂടെ തന്നെ അതും അതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കും. അതായത് റയാൻ നമ്മുടെ ചേട്ടൻ്റെ തോളിലായതുകൊണ്ട്
അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. എന്നാലും അവൻ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, മാനും ആടിനെയും ഒക്കെ ശരിക്കും അവൻ നോക്കണമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വീണ്ടും ഒരു ഷെഡാണ്. അവിടെ കുറെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോളാർ എന്താ വെച്ചാൽ, പക്ഷെ അതിന്റെ ഉള്ളിൽ ഓരോ ബോർഡ് കുറെ കുഞ്ഞു കുഞ്ഞ് ഇതുപോലെ എഴുതിയൊക്കെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വേറെ നല്ലത് കാട്ടുപന്നി, മുയല്, ഇവിടെയുള്ള സംഭവങ്ങളിലൊക്കെ ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ എഴുതി വെച്ചിരിക്കുന്നത്. റോഡ് ഫോക്സ് എന്ന് പറഞ്ഞ അതും കുറുക്കൻ. സ്റ്റൈൻമാർഡറോ ഐ ഡോണ്ട് നോ. അതിന്റെ കാൽപ്പാടുകൾ വരെ അവര് ചെയ്തു വെച്ചിട്ടുണ്ടൊക്കെ. കാൽപ്പാട്, കൊമ്പ്, ഐറ്റങ്ങളുടെ പ്രത്യേകതയും കാര്യങ്ങളും അതൊക്കെയാണ് അവരിവിടെ മെയിൻ ആയിട്ട് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഞങ്ങളിങ്ങനെ നടന്നു വരുമ്പോ ഞങ്ങളുടെ അടുത്തേക്ക് ഒരുത്തൻ നടന്നു വരണ്ടായിരുന്നു. തീറ്റ കിട്ടാനായിരിക്കും, പക്ഷെ എന്റെ കയ്യിലൊന്നുമില്ല. അവളുടെ കയ്യിലൊന്നും ഇല്ലാന്ന് കണ്ടപ്പോ അടുത്ത ആളുടെ കയ്യിലേക്ക് വന്ന് അപ്പോഴാണ് മനസ്സിലായത് ആരുടെ കയ്യിലൊന്നും ഇല്ല. കാരണം ഇപ്പൊ അത്യാവശ്യം എല്ലാവരും പോയി, കാരണം നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇപ്പൊ ഞങ്ങള് ഉള്ളപ്പോ പിന്നെ വാ ഞങ്ങൾ എവിടെയാണ് സാധനം കിട്ടണെന്ന് കാണിച്ചു തരാന്നുണ്ട്. അതെ, ശരിക്കും നമ്മൾ കയറി വരുന്നിടത്ത് ഇതിനുള്ള ഫുഡ് കിട്ടും. ഞങ്ങളുടെ കയ്യിലില്ലാന്ന് മനസ്സിലാക്കിയപ്പോ നവായോ ഞാൻ കാണിച്ചു തരാം എവിടെ നിന്നാണ് ഞങ്ങൾക്കുള്ള ഫുഡ് കിട്ടാന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ടുപോവാണത്, വഴി കാണിച്ചു തരണം. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ടിങ് പോയിന്റിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആടുകളും മാനുകളും കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേലിയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഇവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഒക്കെ നടക്കാം. അങ്ങനെ മാന കണ്ടപ്പോഴേക്കും ഞങ്ങൾ പിന്നെ ആടിനെ മൈൻഡ് ചെയ്യാണ്ടായി. അത് ശരിയാണ്, മാന കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആടിനെ മൈൻഡ് ചെയ്യില്ല കേട്ടോ. കാരണം മാന കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഞാൻ കുറെ ശ്രമിച്ചു നോക്കി ഒരു ഫോട്ടോ ഇതിന്റെ കൂടെ നിന്നിട്ട്, പക്ഷെ അതെല്ലാവരും ശ്രമിക്കുന്നുണ്ട്, നമ്മൾ മാത്രമല്ല. പക്ഷെ മാൻ ഒട്ടും അടുത്തേക്ക് വരുന്നില്ല, കാരണം വരുമ്പോഴേക്കായിട്ടുള്ള ഓടി പോവാണ് ചെയ്യുന്നത്. അവിടെ ഇരിക്കേണ്ട ഒരു ചേച്ചി കൊറേ നേരം ഫുഡും വെച്ചിട്ട് ഇങ്ങനെ അനങ്ങാണ്ടിരിക്കണ്ടായിരുന്നു. ഇവറ്റിങ്ങ വന്ന് എടുക്കണമെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാന്ന് വെച്ചിട്ട് ഒരു കയ്യില് ഫോണും ഒരു കയ്യില് ഇതുമായിട്ട്. ഇത് കണ്ടില്ല, നേരെ നേരെയായിട്ടാണ് ആടുകൾ. അതെ, ആടുകൾ ശരിക്കും നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്യണം. ഒരാള് ഫോട്ടോ എടുക്കാനല്ല ഇവറ്റിങ്ങ ശരിക്കും വന്നത്, ഇവറ്റിങ്ങ വന്നത് ഫുഡ് അടിക്കാൻ, ഫുഡിന് വേണ്ടി. പക്ഷെ എന്നാലും ഇവര് കണ്ട ഒരാൾ വന്നു ആളുടെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒരാളുടെ ഫുഡ് അടിക്കുമ്പോൾ അടുത്ത ആള് അങ്ങനെയായിരുന്നു. പക്ഷെ നമ്മുടെ ഒന്നും ഇല്ല, ഉണ്ടായിരുന്നില്ല. അത് ഒരാളുടെ കഴിയുമ്പോ ആളുടെ ഇല്ലാന്ന് കണ്ടപ്പോ അടുത്ത ആളുടെ വന്നു, ആളുടെ ഇല്ലാന്ന് കാണുമ്പോ ഇങ്ങനെ ഓരോന്ന് നല്ല ക്യൂ വലിച്ചേരുന്നു ഒറ്റ നിൽക്കണ്ടായത്. അനുസരണയുള്ള ഐറ്റങ്ങള് ഒരു ഭയങ്കരമായിട്ട് നമ്മളായിട്ട് ഇങ്ങനെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ കാതില് കമ്മലിട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടില് ഇത് അടിക്കുന്ന പോലെ ഇറ്റങ്ങളുടെ കാതില് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ റയാന്റെ അടുത്തേക്ക് വന്നുണ്ട്. ശരിക്കും റയാൻ നോക്കുന്നു നോക്കി. അവനും മറ്റോണം കിടക്കാനായിട്ട് ഭയങ്കര ഇതായിരുന്നു. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അവന് കാഴ്ച കാണാൻ പറ്റി. ആ ഒരു ചേച്ചി ഇന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോഴും നമുക്ക് അത് ഒരു കയ്യില് തീറ്റയും ഒരു കയ്യില് ഫോണും വെച്ച മാനും കുറേ കൊച്ചുണ്ടായിരുന്നു. അതായത് ഈ ചേച്ചി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനിന്റെ ഫോട്ടോ എടുക്കാൻ വരുമ്പോഴേക്കും കൊച്ചു എങ്ങനെയും ഒരു വടിയൊക്കെ കൊണ്ടുവന്നിട്ട് അതിനെപ്പോഴേക്കും ഓടിക്കും. അത് ശരിക്കും കാണാൻ നല്ല രസമുണ്ടായി, പക്ഷെ നമുക്കതൊന്നും ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ നോക്കുന്നത്, ഞങ്ങളിവിടെ ഇരുന്നപ്പോൾ അവിടെ കുറച്ച് കൂട്ടം മാനുകൾ അവിടെ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാമെന്ന് വെച്ച് ഞങ്ങൾ. പക്ഷെ അവിടെ എഴുതിയിട്ടുണ്ട് ഐറ്റങ്ങളുടെ വിശ്രമ സ്ഥലമാണത്, അതുകൊണ്ട് നമ്മൾ ഒരുപാട് പരിധി വിട്ട് അങ്ങോട്ടേക്ക് കടക്കരുന്ന് എഴുതിയിട്ടുണ്ട്. എന്നാലും നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോ കിട്ടിയാൽ കിട്ടി എന്നുള്ളൊരു ഇതിനകത്ത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കി. പക്ഷെ ഞങ്ങൾ അവിടെ എത്താറായപ്പോഴേക്കും അത് ചാടി എഴുന്നേറ്റു. അവർക്ക് മനസ്സിലായി നമ്മുടെ വരവത്ര പന്തിയല്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് പിന്നെ, കാരണം അവര് റെസ്റ്റ് ചെയ്യുന്ന സമയമാണല്ലോ, അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ വീണ്ടും അതിന്റെ അടുത്തേക്ക് ഒരെണ്ണം എഴുന്നേക്ക്, അതിന്റെ പിന്നാലെ ബാക്കിയുള്ള ഐറ്റങ്ങള് എഴുന്നേറ്റ് പോകും. പിന്നെ നമ്മൾ അവരെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തില്ല. നമുക്കാണെങ്കിലും അവിടെ ഒരുപാട് വക്കോലൊക്കെ ഉണ്ട്. വക്കോലിന്റെ മേത്താണ് ഇവർ കിടക്കുന്നൊക്കെ ചെയ്യുന്നത്. എന്തായാലും കുറെ മാനുകളുണ്ട്, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മള് അവരുടെ കൂടെ ഇത്ര അകലെയാണെങ്കിലും നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ അവരുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാന്ന് വെച്ചു. അങ്ങനെ ഞങ്ങള് മാനുകളെ ബാക്കിൽ നിർത്തിക്കൊണ്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തു.
നമ്മളിവിടെ എല്ലാവരുടെയും ഒന്ന് കണ്ടു കഴിഞ്ഞെങ്കിലും ഗോപുരത്തിൻ്റെ അവിടെ നിന്നിട്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം പിള്ളേരൊക്കെ ഒത്തിരി കയറി വന്നാനോട് നമ്മൾ വേഗം ഇറങ്ങി. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷെ നമ്മൾ മുകളിൽ നിൽക്കുന്ന ഫോട്ടോസും വീഡിയോസും താഴെ നിന്ന് ഒരാളും കൂടി എടുക്കണം ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ എല്ലാവരും പോയി, അധികം ആരും അവിടെ ഇല്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ വീണ്ടും അങ്ങോട്ടേക്ക് പോയിട്ട് എന്തായാലും എത്രത്തോളം കഷ്ടപ്പെട്ട് ഇവിടെ വന്നതല്ലോ, അപ്പം ഞങ്ങൾ വീണ്ടും ഗോപുരത്തിൻ്റെ മുകളിലേക്ക് പഠിച്ച് കയറി അവിടെ നിന്നിട്ടുള്ളൊരു വ്യൂ ആണ്. താഴെ നിന്നുള്ള ഫോട്ടോസാണ് ഈ കാണുന്നത്. നല്ല ആ ഒരു വീഡിയോയും കൂടി കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. എന്തായാലും ആ ഒരു ഫോട്ടോസ് ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഇത് നമ്മൾ ആദ്യം വന്നപ്പോൾ കണ്ട കഴുതകൾ തന്നെയാണ്. ഇവറ്റങ്ങൾ അവിടെ തന്നെയാണ് അങ്ങനെ നിൽക്കുന്നത്. ഇതുവരെ തിരിച്ച് എങ്ങോട്ടും പോയിട്ടുണ്ടായില്ല. ആ സെയിം പ്ലേസിൽ തന്നെ അവർ നിൽക്കുമായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് അവരുടെ അടുത്തൊക്കെ ഒന്ന് പോയി ഒന്നും കൂടി വന്ന് കണ്ട് പിന്നെ നമ്മൾ തിരിച്ച് പോരുന്ന കണ്ടപ്പോൾ നമ്മുടെ കൂടെ ഐറ്റങ്ങൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫ്രണ്ടിൽ പോണ കഴുത ഇങ്ങനെ നിൽക്കുമ്പോൾ ബാക്കിലുള്ള കഴുത വന്നിങ്ങനെ തട്ടും. അപ്പോൾ അത് വീണ്ടും മുന്നോട്ട് നടക്കും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് നിൽക്കും. അപ്പോൾ ബാക്കിലെ കഴുത വീണ്ടും വന്ന് തട്ടും. അങ്ങനെ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ വന്ന് അവസാനം അതിൻ്റെ തൊഴുത്തിലേക്കാന്ന് തോന്നുന്നു. തൊഴുത്തിലേക്കാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു വഴിയുള്ളൂ. ആ വഴി കൂടെയാണ് ഈറ്റങ്ങൾ നടക്കുന്നത്. അതിൻ്റെ താഴേക്കാണെങ്കിൽ ഭയങ്കര ഒരു കൊക്ക പോലെയാണ്. ശരിക്കും നല്ല താഴ്ചയുണ്ട് അതിൻ്റെ താഴേക്ക്. ഈറ്റങ്ങളിങ്ങനെ ഇതായിട്ട് ഇങ്ങനെ പതിയെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. നമുക്കിവിടെ നോക്കി കഴിയുമ്പോൾ മൊയിലിനെ കാണാൻ പറ്റും. മൊയിൽ കിടന്നിട്ട് കുറേ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട് മൊയിലിൻ്റെ ഓരോ കട്ടായങ്ങൾ. നമ്മൾ കറക്റ്റ് ഫസ്റ്റ് വന്നപ്പോൾ തുടക്കത്തിൽ ഇവിടെ കണ്ടെങ്കിലും നമുക്കിതിനത്ര ക്ലിയർ ആയിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റണ്ടായില്ല. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊയിലിനെ നമുക്ക് അത്ര സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് കിട്ടുന്നത്. അതിവിടെ എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നുണ്ട്. കാണാൻ നല്ല രസമുള്ളതുകൊണ്ട് അത് ഞങ്ങൾ കുറച്ച് വീഡിയോ എടുത്തു.
നമ്മൾ പോന്നപ്പോൾ നമ്മുടെ കൂടെ പോകുന്ന കഴുതകളാണ് ഇപ്പോൾ ഈ തൊഴുത്തിൽ കാണുന്നത്. ഇപ്പോൾ ഇവറ്റുങ്ങൾ തൊഴുത്തിൽ വന്നിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കണം. അപ്പോൾ രാവിലെ തുടങ്ങി അവിടെ നിന്നിട്ട് ഇപ്പോഴാണ് ഇറ്റുങ്ങൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ. അങ്ങനെ നമ്മൾ അവസാനം എല്ലാവരും കണ്ട് ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോൾ നമ്മൾ കയറിയപ്പോൾ കണ്ടിരുന്ന പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള പ്ലേയിങ് ഏരിയ ആണ്. അവിടെ ഇപ്പോഴും കുട്ടികളുണ്ട്. ഞങ്ങൾ കരുതിയത് അവരൊക്കെ പോയി എന്നാണ്, പക്ഷേ ഇപ്പോഴും പിള്ളേർ അവിടെ ഊഞ്ഞാലാടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവർ ഒത്തിരി അങ്ങോട്ട് ഉള്ളിലേക്ക് കയറി വന്നില്ലെങ്കിലും കുറച്ച് ഉള്ള മാന് ഇതിനൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ കളിക്കണ സ്ഥലത്ത് അവർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എല്ലാ ഇതും കഴിഞ്ഞു. ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ഇവിടെ ഓരോ പോരുന്ന സ്ഥലത്തും ഇങ്ങനെ മരങ്ങളും ചെടികളൊക്കെ വെച്ചിട്ട് ഭയങ്കര അടിപൊളിയായിട്ടാണ് ഇവരിവിടെ അറേഞ്ച് ചെയ്തും വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പുറത്തേക്കുള്ള വഴി. അങ്ങനെ നമ്മൾ പുറത്ത് കടന്നിരിക്കുകയാണ്. റയാൻ എന്തായാലും ഫ്ലാറ്റായി. അവൻ നല്ല ഉറക്കത്തിലാണ് എന്തായാലും ഇന്നത്തെ ഇവിടുത്തെ വരവും ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ സൂപ്പറായിട്ടുണ്ട്. നല്ലൊരു ദിവസം തന്നെയായിരുന്നു ഇന്ന്. അങ്ങനെ നമ്മൾ തിരിച്ച് കാറിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ റോഡ് വ്യൂ ആണ്. ഇവിടുത്തെ റോഡ് വ്യൂ കാണാനായിട്ട് അത്യാവശ്യം നല്ല അടിപൊളിയാണ്. പുഴയും മലയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇന്നത്തെ ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ കുട്ടികളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത്യാവശ്യം നല്ല എൻജോയ് ചെയ്യാൻ പറ്റി ഉള്ളൊരു സ്ഥലമാണ് നമ്മളിന്ന് പോയ വൈൽഡ് പാർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ സൂ ആയിട്ടൊന്നും അങ്ങനെ അത്ര കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം സൂ എന്ന് പറയുമ്പോൾ ഒരുപാട് മൃഗങ്ങളുണ്ടാവും. ഇവിടെ പക്ഷെ അങ്ങനെ ഒത്തിരി മൃഗങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് ഉള്ള മൃഗങ്ങളുടെയൊക്കെ അടുത്ത് കൂടെ നടക്കാനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അതൊക്കെ പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുപോലെ തന്നെ അവരത് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവർക്ക് കളിക്കാനായിട്ടുള്ള സംഭവങ്ങളും അവിടെ ഉണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടമായിരിക്കും. അവരൊന്നും ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പോയി. കാരണം ഞങ്ങൾ രാവിലെ വന്നപ്പോൾ കണ്ട പിള്ളേർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അവർ കുറച്ച് നേരമൊക്കെ മാൻ്റെ ഇതിൻ്റെയൊക്കെ കൂടെ കളിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ പാർക്കിലാണ് ഇപ്പോൾ അവർ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യുന്നത്. 8 യൂറോ നമ്മൾ അവിടെ ഒരാൾക്ക് പേ ചെയ്യേണ്ടി വന്നത്. നമ്മുടെ നാട്ടിലത്തെ പൈസ എന്ന് പറയുമ്പോൾ ഒരു 800 രൂപയ്ക്ക് അടുത്ത് വരും. 800 രൂപയ്ക്ക് ഇതൊരു വെർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് അത്ര വെർത്താണെന്ന് പറയാൻ പറ്റില്ല. കാരണം ജർമ്മനിയിൽ തന്നെ നമുക്കിപ്പോൾ പാർക്കാണെങ്കിൽ പൈസ കൊടുക്കാത്ത പാർക്കുകളും ഇവിടെ മിക്ക സ്ഥലങ്ങളിലും ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ കാണാനായിട്ട് നമുക്കത്ര പറ്റില്ല. അങ്ങനെ മൊത്തത്തിലൊരു പറയുകയാണെങ്കിൽ നല്ലൊരു സ്ഥലമായിരുന്നു. കാണാനൊക്കെ ഉണ്ടായിരുന്നു. ആ ഗോപുരമൊക്കെ പറയുകയാണെങ്കിൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാനൊക്കെ ആയിട്ടാണെങ്കിൽ നമുക്ക് നല്ല രസം തോന്നിയിരുന്നു. ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പ്രശ്നമില്ല. അതുപോലെ തന്നെ മൃഗങ്ങളുടെയൊക്കെ കൂടെ നടക്കാം. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ദിവസമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കും ഇത് കുറച്ചും കൂടി ഇഷ്ടപ്പെടാം. നടക്കാൻ ഇഷ്ടപ്പെടാത്തവർക്ക് ഈ ഭാഗത്തേക്ക് വരാൻ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ യാത്ര വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ചൂസ്.